പ്രധാനപ്പെട്ട ഒരു തലക്കെട്ട് അല്ലെങ്കിൽ ടോപ്പിക്കിനെ ആധാരമാക്കിയുള്ള വിശകലനത്തിനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതിലൊക്കെ കടക്കും മുമ്പ് ഒരു ചെറിയ മുഖവുര ആവശ്യമാണ്. സോഷ്യൽ മീഡിയ ശക്തമായിട്ടുള്ള ഒരു കാലഘട്ടം. അത് ഗുണത്തിനും ദോഷത്തിനുമായി പ്രയോജനപ്പെടുത്തുന്ന ധാരാളം ആളുകൾ. അങ്ങനെയാണെങ്കിൽ അതിനുള്ളിൽ നിന്ന് കിട്ടുന്ന വചനവിപരീതമായ പഠനങ്ങൾ, ചിന്തകൾ, അതിൻ്റെ നടുവിൽ വിശുദ്ധ തിരുവെഴുത്തിലെ ദൈവ വിശ്വാസ സംബന്ധി ആയ ത്രിയേകത്വം എന്ന ആത്മീക സത്യം ഏറെ ചോദ്യം ചെയ്യാൻ ചില ആളുകൾ തയ്യാറാകുന്ന ഒരവസരം. ആദ്യം നമുക്കിത് സംബന്ധിച്ച് അറിയേണ്ട ഒരു കാര്യം പറയാം. ബഹുമാന്യ കർത്തദാസൻ പറഞ്ഞ പോലെ മൂലഭാഷയൊക്കെ നല്ലതാണെങ്കിലും മലയാളം പഠിക്കുന്നവർക്കും നല്ല മലയാളം വായിക്കാനും അറിയാമെങ്കിൽ ഈ ത്രിയേകത്വം മനസ്സിലാക്കാം. ഇംഗ്ലീഷ് കൂടെ അറിയാമെങ്കിൽ അല്പം കൂടെ നല്ലത്. അതുകൊണ്ട് എനിക്ക് മലയാളമേ അറിയൂ എന്നോർത്ത് ആർക്കും ഒരു വിഷമം വേണ്ട. മലയാളം അറിയുന്നവർ വായിച്ചാൽ മതി. നമ്മുടെ ഫിലിപ്പോസ് അണ്ണനോട് ചോദിച്ചു, നീ വായിക്കുന്നത്, ഇപ്പോൾ നമ്മളോടൊക്കെ നീ വായിക്കുന്നുവോ എന്നാണ് ചോദിക്കണ്ടേ. വായിക്കുന്ന ഗ്രഹിക്കുമെന്നല്ല, നീ വായിക്കുന്നുവോ. അപ്പോൾ ഇത് ഒരു പ്രശ്നമുണ്ട്. രണ്ട് കാര്യങ്ങൾ നമ്മുടെ പ്രഭാഷകരും അധ്യാപകരും ഒക്കെ ചേർന്ന് ആവശ്യമില്ലാത്ത ഒരു എന്താ പറയുക, ഗൗരവം, അല്ലെങ്കിൽ ഗൗരവം എന്ന പദം ശരിയല്ലെന്ന് തോന്നുന്നു, പ്രയാസമാണ് എന്ന് പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. അതിലൊന്ന് ട്രിനിറ്റി മനസ്സിലാക്കാൻ പ്രയാസമാണ്. രണ്ടാമത് പറയുന്നൊരു കാര്യം വെളിപ്പാടും ദാനിയേലും മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഇങ്ങനൊരു മുൻവിധി എന്തിനാണ് സെറ്റ് ചെയ്തത് എനിക്കറിയില്ല. അനിവാര്യമല്ലായിരുന്നു ഇത് രണ്ടും. കാരണം നമുക്ക് മനുഷ്യനെന്ന നിലയിൽ മനസ്സിലാക്കാൻ കഴിയാത്തത് ബോധ്യപ്പെടുത്താനാണ് ദൈവപരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. അതുള്ളവരാണ് നമ്മൾ. നമുക്ക് മനസ്സിലായില്ല, പിന്നെ ആർക്കാണ് മനസ്സിലാകുന്നത്? എന്തിനാണ് മനസ്സിലാകുന്നത്? ബോധ്യപ്പെടാനാണ്. എനിക്ക് കൺവിൻസ് ചെയ്യപ്പെടാനാണ്, അല്ല തർക്കിക്കാനല്ല. ഈ ഡിബേറ്റുകൾ തർക്കമല്ല, അത് വിശ്വാസത്തിൻ്റെ പ്രതിവാദമാണ്. അങ്ങനെ കാണാവൂ. നിങ്ങൾ ഡിബേറ്റുകൾ ചിലതെങ്കിലും കണ്ടു കാണും. ഈ മേഖലയിൽ ഒരു ഡിബേറ്റ് എന്ന ആശയം എനിക്ക് ബോധ്യം വരാൻ കാരണം നമ്മുടെ കുട്ടികളാണ്. നമ്മുടെ തലമുറ വളരെ പെട്ടെന്ന് നമ്മെ വിട്ടൊരു പുതിയ സ്ഥലത്ത് പഠനത്തിന് പോവാം. ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ ട്രിനിറ്റിയെ ആക്രമിച്ചുകൊണ്ടാണ് ആദ്യം ചില ആളുകൾ മുമ്പേക്ക് വരുന്നത്. ഈ ചോദ്യത്തിന് മുമ്പിൽ കുട്ടികൾ പെട്ടെന്ന് അടിപതറിപ്പോകുന്നു. കാരണം അത് പഠിച്ച ഒരനുഭവം ഇല്ല. അതാണ് കാരണം. അതൊത്തിരി പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് ഏവരും ഇത് പഠിക്കേണ്ടതുണ്ട് എന്ന ഒരു ബേഡൻ, ഒരു ഭാരം ഹൃദയത്തിൽ വന്നു. യൂണിറ്റേറിയനിസവും ട്രിനിറ്റേറിയനിസവും എന്താണ് എന്ന് പഠിക്കാം. ട്രിനിറ്റി ആക്രമിക്കുന്ന ക്രിറ്റിസിസം, അതിൻ്റെ സമീപനങ്ങളിൽ ഒന്നിൻ്റെ പേരാണ് യൂണിറ്റേറിയനിസം. ഈ യൂണിറ്റേറിയനിസം എന്ന് കേട്ടാൽ മനസ്സിലാക്കേണ്ടത് അത് വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ ഒരു കോർഡിനേഷനാണ്. അതിനുള്ളിൽ യൂണിറ്റേറിയനിസം വ്യക്തതയോടെ അതിൻ്റെ വക്താക്കളായി നിൽക്കുന്നത് അവരുടെ തൃത്വ നിഷേധമാണ് ഒന്നാമത്തെ ലക്ഷണം. അതുതന്നെ പല രീതിയിലാണ്. അതിലൊരു ഗ്രൂപ്പാണ് യഹോവ വിറ്റ്നസ്. മലയാളത്തിൽ പറയുമ്പോൾ യഹോവ സാക്ഷി എന്നല്ല പറയേണ്ടത്, യഹോവയുടെ സാക്ഷി. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവർക്കൊരു സാങ്കേതികത്വത്തിലൂന്നി രക്ഷപ്പെടാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങൾ യഹോവ സാക്ഷിയാണോ ചോദിച്ചാൽ അവർ പറയും അല്ലെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് കൃത്യം അവരുടെ പേര് കൊടുത്തിരിക്കണം, യഹോവയുടെ സാക്ഷി. അതിനുള്ള വ്യത്യാസം എനിക്കറിയില്ല, അവർക്കറിയാമെങ്കിലേ ഉള്ളൂ. ദെൻ ജാവേ വിറ്റ്നസ്, യഹോവ വിറ്റ്നസ്. അത് പിന്നെ പറയാം. രണ്ടാമത്തെ ഗ്രൂപ്പ്
ക്രിസ്റ്റാഡൽഫിയൻ എന്നൊരു ഗ്രൂപ്പാണ്. ക്രിസ്റ്റാഡൽഫിയൻ, അതിൻ്റെ മലയാളം ക്രിസ്തുവിൽ സഹോദരന്മാർ. ക്രിസ്റ്റാഡൽഫിയൻ തിരുവല്ലയിലൊക്കെ ഉണ്ട് ക്രിസ്റ്റാഡൽഫിയൻ. അപ്പോൾ യൂണിറ്റേറിയന്മാരിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് ജഹോവ, 2 ക്രിസ്റ്റാഡൽഫിയൻ. ഇനി ഉപവിഭാഗങ്ങൾ ഒത്തിരി ഉണ്ട്. ഇവർ തന്നെ ചെറിയ കാര്യങ്ങളാൽ പരിഭവിച്ചു പോയ ആളുകളുണ്ട്. അപ്പോൾ ഇനിയുള്ളൊരു ഗ്രൂപ്പ് വണ്ണസ് പെൻ്റക്കോസ്റ്റലാണ്. ഈ വണ്ണസ് പറയാറുണ്ട് തങ്ങൾ യൂണിറ്റേറിയന്മാരല്ല, പക്ഷേ തത്വത്തിൽ അത് യൂണിറ്റേറിയന്മാർ തന്നെയാണ്. അതിൻ്റെ കാരണം അവർക്ക് യഹോവ സാക്ഷികൾക്കൊപ്പം തങ്ങളെ ഉൾപ്പെടുത്തുന്നു എന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് അവരെപ്പോഴും എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കും. വി ആർ നോട്ട് യൂണിറ്റേറിയൻസ്, വി ആർ വണ്ണസ് പെൻ്റക്കോസ്റ്റൽസ്. ഈ വണ്ണസ് പെൻ്റക്കോസ്റ്റൽസാണ് ഇപ്പോൾ ഈ നമ്മുടെ ചർച്ചയ്ക്ക് ആധാരം. അതും എടുക്കാം, ബാക്കിയും പറയാൻ കുഴപ്പമില്ല. വിപരീത ദിശയിലേക്ക് വന്നാൽ ട്രിനിറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം ബോധ്യം വരും. ഈ വണ്ണസ് പെൻ്റക്കോസ്റ്റൽസിൻ്റെ ആവിർഭാവ അസംബ്ലീസ് കോഡിയും തന്നെയാണ്. അതിൻ്റെ കാരണം എന്താ? അസംബ്ലീസ് കോഡ് ഇൻ്റർനാഷണലാണ്, ചർച്ചക്കോടും. അപ്പോൾ ഈ സഭകൾ ലോകവ്യാപകമായതുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ കർശനമായൊരു നിയന്ത്രണം കേരളത്തിലെ പോലെ സാധ്യമല്ല. അപ്പം ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ വിശ്വാസികൾ ക്രമം കെട്ടെന്തെങ്കിലും കാര്യം കണ്ടാൽ പ്രസംഗിക്ക് മാത്രമല്ല പുറത്താക്കും. പാശ്ചാത്യ രാജ്യങ്ങളിൽ മനുഷ്യാവകാശത്തിൻ്റെ പേരിൽ അതൊന്നും അത്ര എളുപ്പമല്ല. കാരണം അവർ സൂട്ട് ഫയൽ ചെയ്യും, ആകെ പ്രശ്നമാവും. അതുകൊണ്ട് ചിലരെ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അസംബ്ലീസ് കോഡ് വേൾഡ് വൈഡാണ്, ചർച്ച കോഡ് വേൾഡ് വൈഡാണ്, ബാക്കിയൊക്കെ തദ്ദേശീയ പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ സൗകര്യവും പരിമിതിയും അത് തന്നെയാണ്. അസംബ്ലീസ് കോഡിൽ ഒരു ഗ്രൂപ്പ് ആളുകൾ ബൈബിൾ സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു ബൈബിൾ സ്റ്റഡി മൂവ്മെൻ്റ് ഉരുത്തിരിഞ്ഞ് അവർക്കിടയിൽ ഈ അപ്പോസ്തല പ്രവൃത്തി പഠിച്ചപ്പോൾ അവിടെയല്ല സ്നാനം കിടക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നിങ്ങനെ കാണും. അപ്പം ഇതായിരിക്കുമല്ലോ ശരി. ഈ ചിന്ത വന്നത് ഗ്ലെൻ എന്നും ഇവാർട്ട് എന്നും പേരായ 2 പാശ്ചാത്യ ചിന്തകന്മാർ, അവരുടെ ചിന്തകന്മാർ, അന്ന് അസംബ്ലീസ് കോഡില്ല. അവർ 1914 1914 വേറെ പ്രത്യേകതയുണ്ട് കുട്ടികൾ ഓർത്തിരിക്കാൻ. എന്തെന്നാ, വേൾഡ് വാർ നടന്ന സമയമാണ് അല്ലേ, ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ടൈമാണ്. 1914 ഏപ്രിൽ 1 പ്രത്യേകത അറിയാത്താലുണ്ടോ? എന്താ, വെഡ്ഡികളുടെ ദിനമാണല്ലേ. അന്ന് ഈ സായിപ്പന്മാർ രണ്ടും കൂടെ പ്രാർത്ഥിച്ചും ചിന്തിച്ചും അവർ സ്ഥിരീകരിച്ചു ട്രിനിറ്റി തെറ്റാണ്. അപ്പോൾ അത് തുടങ്ങുന്നതേ ഒരു ഏപ്രിൽ ഫൂളിൻ്റെ അന്നാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ ഞാനതുകൊണ്ടൊരു പേര് കൊടുക്കാറുണ്ട്, ഏപ്രിൽ ഫൂളിസം എന്ന് പറയാറുണ്ട് ഈ വാദത്തെ. അതൊരൽപ്പോൾ ആവേശം കയറി പറയുന്നതാണ്. ചില ചർച്ചയ്ക്കൊരു കൊഴുപ്പ് വരണമല്ലോ അല്ലേ, അതുകൊണ്ട് പറയുന്നതാണ്. നമുക്ക് 3 ദൈവം ഉണ്ടെന്നും ഒക്കെ ആക്ഷേപിക്കുമ്പോൾ നമുക്കും ചില ടൂളുകൾ ദൈവം ഇങ്ങനെ തരും, അതാണ് കാര്യം. ഏപ്രിൽ ഫൂളിൻ്റെ അന്ന് തീരുമാനിച്ചു ഒരു ഏപ്രിൽ 15 ഈ മഹാന്മാർ ഒരുത്തനെ സ്നാനപ്പെടുത്തി, അവൻ ഇവനെ സ്നാനപ്പെടുത്തി. അപ്പോൾ അതിൻ്റെ വാളിറ്റി എന്താ മനസ്സിലായി നിങ്ങൾക്ക്? ഒരാളെ സ്നാനപ്പെടുത്തി, അയാൾ സ്നാനപ്പെട്ടില്ല യേശുവിൻ്റെ നാമത്തിൽ. അപ്പം അയാൾ ഇയാളെ സ്നാനപ്പെടുത്തി, ഇയാളെ സ്നാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത്. സത്യത്തിൽ അവർക്കൊരു ജെനുവിൻ സ്നാനം ഇതുവരെ ഇല്ല. അതാണ് ശരിയെങ്കിലും, അതാണോ ശരിയെങ്കിൽ സ്നാനപ്പെടാത്തവനെ സ്നാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഇതിനൊന്നും അവർ കണ്ണനം പറയാറില്ല. അപ്പോൾ ഇനി എന്താണ് ഇവരെ പഠിപ്പിക്കൽ? ഒരു കൂട്ടരെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം അതിൻ്റെ താത്വിക അടിത്തറയിൽ നിന്ന് പഠിക്കണം. അല്ലാതെ മറ്റാരും പറയുന്ന കേട്ട് പഠിക്കരുത്. അവരെ സ്പോക്സ്മാനിൽ നിന്ന് പഠിക്കണം. അത് ഞാനൊന്ന് വ്യക്തമാക്കാം. അപ്പം നമ്മളിപ്പോഴും പറയാറുണ്ട് ഈ സാൽവേഷൻ ആർമിക്ക് കൊടിക്കീഴിലാണ് സ്നാനം. അവരത് കേട്ട് ചിരിക്കുകയുള്ളൂ. കാരണം അവർ പറയും സ്നാനമേ ഞങ്ങൾക്കില്ല. നിങ്ങളോട് ആരും പറഞ്ഞു കൊടിക്കീഴില്ല സ്നാനം? അവർക്ക് സ്നാനമില്ല. ആ കൊടിക്കീഴിലൊരു പട്ടാളച്ചിട്ടയോടെ അവരുടെ സംഘടന എടുക്കുന്ന ഒരു പ്ലഡ്ജാണ് അതിൻ്റെ ഭാഗമായിട്ട് പോകുന്ന. അല്ല, സ്നാനമല്ലത്. അപ്പം നമ്മൾ ചോദിക്കും നിങ്ങൾക്ക് സ്നാനമില്ലേ? സ്നാനമില്ല. സ്നാനമില്ലാത്ത ഒരേ ഒരു ഗ്രൂപ്പാണ് സാൽവേഷൻ ആർമി. ബാക്കി എല്ലാ സഭകൾക്കും ഏതെങ്കിലും രൂപത്തിൽ അല്പമെങ്കിലും വെള്ളം തളിക്കുന്ന പണിയുണ്ട്, പക്ഷേ ബാപ്റ്റിസം ഇല്ല. അതിനവർക്ക് കാരണമുണ്ട്.
അവർ പറയുന്നത് രക്ഷ പ്രവൃത്തിയാലല്ല, ഒരു പ്രവൃത്തിയും രക്ഷയ്ക്കുള്ളതല്ല. സ്നാനം വന്നൊരു ചരിത്രമൊക്കെ പറഞ്ഞിട്ട് പറയാം, അതൊക്കെ കൺവേർഷനാണ്, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ പലതരം ചിന്തകളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവരുടെ താത്വികടിത്തറയിൽ നിന്ന് കണ്ണിച്ചിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ അവരെ അല്ലാതെ വരും കാണണം. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് ഇവരെന്താ പറയുന്നത്? നമ്മൾ പോലും പറയാറുണ്ട് ഇവർ പിതൃനിഷേധികളാണ്. അവർ പറയും ഞങ്ങൾക്ക് പിതാവുമുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട്. നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, അത് നമുക്ക് പിന്നെ പറയുമ്പോൾ ബോധ്യപ്പെടും. അവർ പറയുന്നു പിതാവ് തന്നെ പുത്രൻ, പുത്രൻ തന്നെ പരിശുദ്ധാത്മാവ്. ഇത് മൂന്നും ദൈവത്തിൻ്റെ 3 അവസ്ഥകളാണ്. അവസ്ഥ, ദൈവത്തിൻ്റെ 3 അവസ്ഥകളാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഏകദൈവം, ആ ഏകദൈവം സൃഷ്ടി നടത്തിയപ്പോൾ പിതാവായി. ആ ദൈവം മനുഷ്യനായി വന്ന് വീണ്ടെടുപ്പ് നടത്തി. ആ ദൈവം പരിശുദ്ധാത്മാവായി വന്ന് സഭയുടെ പരിപാലനത്തിൽ ഏർപ്പെട്ടു. ഇത് കേട്ടാൽ വലിയൊരു അപകടം പോലെ തോന്നില്ല, കൊള്ളാവല്ലോ എന്ന് തോന്നും അല്ലേ? പക്ഷെ വലിയൊരു അപകടമാണ്, വലിയ അപകടമാണ്. എന്താ അപകടം? അത് മൊത്തം പറയാൻ എന്നിട്ട്. അപ്പോൾ ഈ അവർ ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് മനസ്സിലായോ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്താ? ദൈവത്തിൻ്റെ 3 അവസ്ഥകൾ, അതാണ് പറയുന്നത്. ഇനി ഒന്നുകൂടെ ഉണ്ട്. പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നാമം, അതാണ് മത്തായി സുവിശേഷം 28:19. അപ്പോൾ ഈ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും കൂടി ഒരു നാമമുണ്ട്, അത് യേശുക്രിസ്തുവാണ്. ഇതാണ് അടുത്ത വാദം. അപ്പോൾ യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ പിതാവാണ്, യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ പുത്രനാണ്, യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ്. ഇതാണ് വൺനെസ് പെന്റക്കോസ്റ്റൽസിൻ്റെ അടുത്ത വാദം. അതും തെറ്റാണ്. തെറ്റെന്നുള്ളത് നമുക്ക് അനായാസന മനസ്സിലാകും. കാരണം പരിശുദ്ധാത്മാവിന് യേശുക്രിസ്തു എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള കാര്യസ്ഥൻ. പിതാവിന് യേശുക്രിസ്തു എന്ന് പേരുണ്ടോ? അവർ പറയുന്നുണ്ട്, ഞാനും പിതാവും ഒന്നാവും. ഇതാണ് ആ വാദത്തിൻ്റെ ആധാരം. ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മൾ അവരെ ഉപദേശത്തെ എതിർക്കുമ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് തെളിവായിട്ട് അവർ വീണ്ടും ഉദ്ധരിക്കുന്നൊരു കാര്യം, യേശു പറഞ്ഞു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമങ്ങളിൽ എന്നല്ല. ഒനോമ, ഗ്രീക്കിലെ ഒനോമയാണ്. ഒനോമ, എൻ ഒനോമ, നാമത്തിൽ. ബഹുവചന ഇല്ല, ഏകവചന. അപ്പം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും കൂടെ കൂടി ഒരു പേരുണ്ട്. അത് അപ്പോസ്തലപ്രവൃത്തി 2:38 തെളിയുന്നു. കാരണം അവിടെ പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിക്കാൻ. യേശു പറഞ്ഞു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം. അപ്പോസ്തലന്മാർ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ യേശു പറഞ്ഞതെന്തോ അതാണ് വേണ്ടിയത്. ഇതാണ് അടുത്ത വാദം. അപ്പോൾ അടുത്തത്, ഇത് മാത്രമല്ല, അവരുടെ ദൈവനിഷേധങ്ങളിൽ മറ്റൊന്ന്, പുത്രൻ എന്ന നിലയിൽ യേശുവിനൊരാരംഭമുണ്ട്. പുത്രത്വത്തിന് അത് 2 രീതിയിൽ അവർ പറയുന്നത്. പുത്രന് ആരംഭമില്ല, പുത്രത്വത്തിന് ആരംഭമുണ്ട്. അതെന്താണെന്ന് എനിക്കിത് മനസ്സിലായിട്ടില്ല. പുത്രന് ആരംഭമില്ല, യേശു ഇറ്റേണലാണ്, പക്ഷെ പുത്രത്വത്തിന് ആരംഭമുണ്ട്. ദൈവം ഒരു വ്യക്തിയല്ല, അവസ്ഥയാണ്. ദൈവം ഒരു വ്യക്തിയല്ല. നമ്മൾ ചോദിക്കാൻ പറയും നമ്മളെ കൂട്ടാണോ ദൈവം? നമ്മുടെ കൂട്ടല്ല, പക്ഷേ ഒരു വ്യക്തി എന്താ നമ്മുടെ തന്നെ ഉള്ളിൽ കിടപ്പുണ്ട്. ദൈവം ഒരു വ്യക്തിയല്ലേ? ഞാൻ യഹോവയാകുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ അവസ്ഥയാകുന്നത്, ഇത് വ്യക്തിയാണ്. അപ്പോൾ ഇവരുടെ വാദങ്ങളിലെ പ്രധാന കാര്യങ്ങൾ ഇത്രയും ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവരതുകൊണ്ട് തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ടവരെ വീണ്ടും സ്നാനമേൽപ്പിക്കും യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ ഇവരെക്കുറിച്ചൊരു ഗ്രാഹ്യം ഉണ്ടായോ? ഇവരുടെ ഉപദേശം സംബന്ധിച്ച് ഒരു ഗ്രാഹ്യം ഉണ്ടായോ? കേരളത്തിൽ ഏതാണ്ട് 40ഓളം സഭകൾ, 40ഓളം ഡിനോമിനേഷൻസ് ഇവരുടേതായിട്ടുണ്ട്.
ഇതിൽ രസകരമായൊരു ഗ്രൂപ്പുണ്ട്, ഇതിനകത്തൊരു ഉപഗ്രൂപ്പ്. ആ ഉപഗ്രൂപ്പ് അറിയപ്പെടുന്നത് ബ്രൻഹാമിസ്റ്റുകൾ എന്ന പേരിലാണ്. ബ്രൻഹാമിസ്റ്റുകൾ, വില്യം മാരിയൻ ബ്രൻഹാം. ഈ വില്യം മാരിയൻ ബ്രൻഹാമുകളും മറ്റേ വണ്ണസും തമ്മിലും ഭയങ്കര വഴക്കാണ്. ഇവർ യേശുനാമക്കാരാണ്, രണ്ടും ആണെങ്കിലും അടിക്കൊരു കുറവുമില്ല. അത് ഉപദേശപരമായിട്ടുള്ള എതിർപ്പാണ്. കാരണം ഏറ്റവും അപകടകാരികളായ വണ്ണസ് ഗ്രൂപ്പ് ഇവരാണ്. അവർ വിശ്വസിക്കുന്നു 7 ദൂതന്മാർ വെളിപ്പാട് പുസ്തകത്തിൽ, അതിലെ 7ാം ദൂതനാണ് ഈ ബ്രൻഹാം. 6ാമത്തെ ദൂതൻ നമ്മുടെ മാർട്ടിൻ ലൂതറാണ്. അപ്പം അതിൽ തന്നെ ഒരു ഹോഷുണ്ട്. കാരണം മാർട്ടിൻ ലൂതർ തൃത്വക്കാരനാണ്, ഭയങ്കര തൃത്വക്കാരനാണ്. അപ്പോൾ തൃത്വത്തെ ഏറ്റവും അധികം എതിർക്കുന്ന ആളുകൾക്ക്, ബ്രൻഹാമിൻ്റെ ആളുകൾക്ക് മാർട്ടിൻ ലൂതർ എങ്ങനെ ദൂതനായെന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. ഇടയ്ക്ക് ഒത്തിരി ദൂതന്മാരുണ്ട് ഇതുപോലെ മനുഷ്യർ, അവർ പാതി ട്രിനിറ്റേറിയന്മാർ ഈ കൂടെ ഉണ്ട്. ഇവരെ കൂടെ ഇന്ത്യക്കാരനായ, എനിക്കൊന്ന് ആന്ധ്രയാണ്, പാലസീർ ലാറി എന്ന പേരായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ പാലസീർ ലാറി തിരുനെൽവേലി സ്വദേശിയാണ്. വലിയ പ്രസംഗനും അത്ഭുതക്കാരനും രോഗശാന്തിക്കാരനുമൊക്കെ ആയി നിൽക്കുന്ന കാലത്ത് ധാരാളം ആളുകൾ ഈ ഗാദറിങ്ങിലേക്ക് വന്നു. ഒടുവിൽ ഈ ബ്രൻഹാം ഇന്ത്യയിൽ വരുമ്പോൾ ബ്രൻഹാമിനെ പോയി കണ്ടു. ബ്രൻഹാമിൽ നിന്ന് ഒരഭിഷേകം തന്നിലേക്ക് പകരപ്പെട്ടു. അന്നു മുതൽ ബ്രൻഹാമിനെ കൂടി അംഗീകരിച്ച് അദ്ദേഹം തൻ്റെ ചിന്തകൾക്ക് മാറ്റം വരുത്തി. കുറേ കഴിഞ്ഞ് അദ്ദേഹം ചില ഉപദേശങ്ങൾ പറയാൻ തുടങ്ങി. അത് താനും ഒരു പ്രവാചകനാണ്. എങ്ങനെയുള്ള പ്രവാചകൻ? ചുമ്മാ ഒരു ലോക്കൽ പ്രവാചകനല്ല, താൻ ബ്രൻഹാമിനെ പോലൊരാളാണ്. അധികം വിശദീകരിക്കേണ്ട. ഒടുവിൽ അദ്ദേഹം വിശ്വാസം വിട്ടിട്ട് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ കൽക്കി ആണ് താൻ എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെട്ടു. അങ്ങനെ സ്വയം തകർന്നുപോയി. അപ്പം ഇതിൻ്റെ എല്ലാം പ്രശ്നം തിയററ്റിക്കലല്ല, ഇമ്പിരിക്കലാണ്. എന്താ ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് മനസ്സിലായോ? തിയററ്റിക്കലല്ല വാദം, തിയററ്റിക്കലല്ല. അത് ഒരു സ്ട്രക്ചറിനകത്തല്ല, അനുഭവത്തിൽ നിന്നാണ് അവർ ഉപദേശം ഉണ്ടാക്കുന്നത്. അനുഭവം പ്രധാനമാണ്, പക്ഷേ സുപ്രധാനം വചനമല്ലേ? അപ്പോൾ തിയററ്റിക്കലായിരിക്കണം, ഒരാശയം തിയററ്റിക്കലായിരിക്കണം, എംപരിക്കലാകല്ല. എപ്പോഴും രണ്ടും വേണം. ഈ ബ്രൻഹാമിസ്റ്റുകൾ വീണ്ടും കലയിച്ചു. അവരുടെ അടുത്തൊരു ഗ്രൂപ്പ് ഈ ഒരു തമിഴനാണ് അത്. അപ്പോൾ അതിൽ തെറ്റിദ്ധരിക്കല്ലേ, ഈ തമിഴ് സഹോദരന്മാർ പെട്ടെന്ന് ചിന്തകളോട് വൈകാരികമായി പ്രതികരിക്കുന്നവരാണ്. അത് സത്യമാണ്. നമ്മളവിടെ ചെന്നാലും മലയാളത്തിൽ ജാമ്യം പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ തോടി വരും. നമ്മൾ എങ്ങനെ നടന്നാലും അവർക്ക് വിഷയമല്ല. ഇവിടെ കാൽക്കൾ വീണ് പ്രാർത്ഥിക്കുക, അത് നിഷ്കളങ്കതയാണ്. അതുകൊണ്ട് ആ പാവങ്ങളെ സാധുക്കളെ പറ്റിക്കാൻ എളുപ്പമായിരുന്നു. ഇവിടെ അദ്ദേഹം പറഞ്ഞു, പാശ്ചാത്യരിടയിലെ മഷികയാണ് ബ്രൻഹാം. ഒരു തോമസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അത് ചുമ്മാ നിശാര വ്യക്തിയല്ല, ഈ തിക്നെസ് ഉള്ള ബുക്കുകൾ എഴുതി അവരുടെ പണ്ഡിതനാണ് തോമസ്. പാശ്ചാത്യരുടെ ഇടയിലേക്ക് വന്ന മഷിക ബ്രൻഹാമും ഇന്ത്യക്കാർക്കിടയിലേക്ക് വന്ന മഷിക ആരാണ്? അദ്ദേഹമാണ്. എന്നാരാണോ നമ്മുടെ നാട്ടിലൊക്കെ ചില പുള്ളികൾ ഇവിടെ ദൈവമായിട്ട് അവതരിച്ചിട്ടുണ്ട്. നമ്മളിതിന് അവരെ മാത്രം കുറ്റം പറയുന്നു. മാർക്കറ്റില്ലാതെ പോയെന്നുള്ളല്ലേ? അപ്പം ഇത് പറയാൻ പാടില്ലാത്തൊരു കാര്യമെങ്കിലും പറഞ്ഞു പോവാം. ആഴ്ചയെടുത്ത കാലത്ത് എന്നോടൊരാൾ ഇവരെ ഡിബേറ്റിന് വന്നു. അദ്ദേഹം 1 മാസം കൊണ്ട് 30 പേരെ മുക്കി ട്രിനിറ്റേറിയന്മാരെ കൊണ്ടുപോയി എന്ന് അവകാശവാദം. അത് കുറേ മുക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട്. അദ്ദേഹം ആ മുക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് അദ്ദേഹം മുക്കുന്ന തന്നെ ഈ കളറുള്ളൊരു ടീഷർട്ടും ഒക്കെ ഇട്ട്, നമ്മുടെ ഈ ബാലരമയിലെ വിക്രമൻ്റെ അങ്ങനൊരു കഥാപാത്രം, ആ ടൈപ്പ് ഒരു ബനിയനൊക്കെ ഇട്ട് ആളുകൾ മുക്കുക. ആ കൂടെ തന്നെ ഈ പ്രായമുള്ളൊരു കുഞ്ഞിനെ മുക്കുന്നു. ഇത്രേ ഉള്ളൂ. അപ്പം ഞാനിതിൻ്റെ സാങ്കത്യമൊക്കെ ചോദിച്ചു കേട്ടപ്പോൾ രസകരമായ കാര്യം, UPC വണ്ണസ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നുള്ള ആളുകളെയും പുള്ളി പിന്നെ മുക്കും. യേശുനാമത്തില്ല, പക്ഷേ ഇതിൽ പിന്നെ മുക്കും. അപ്പോൾ അവരുടെ വളരെ രസകരമായ ഉപദേശമുണ്ട്. എന്താണ് ആദമ്യ പാപം? അത് പാമ്പും ഹൗവയും ഇണ ചേർന്നു ഒരു കുട്ടി ജനിച്ചു. അതാണ് കയ്യിൽ. അങ്ങനെയുണ്ട്.
ഞാനത് പറഞ്ഞ് പറയാൻ കൊള്ളാത്ത കാര്യമാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു നർമ്മബോധം വെച്ച് പുള്ളിയോട് ചോദിച്ചു, കുഞ്ഞുങ്ങളും മക്കളും സ്ത്രീകളും ഒക്കെ ഉള്ളിടത്ത് നിങ്ങൾ വീടിട്ടേച്ച് പോരുത്, പാമ്പിൻ്റെ ശല്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ചിലർക്ക് മനസ്സിലാക്കിക്കോളൂ ഉത്തരവ്. അതുകൊണ്ട് ചർച്ചയ്ക്കൊരു കൊഴുപ്പ് വേണമല്ലോ എന്ന് പറഞ്ഞാൽ. രണ്ടാമത് എന്നോട് ചോദിച്ചു, അങ്ങനെയാണ് ഈ കൈയിനെ LKG വിട്ട് കാണോ സ്നേക്ക് പാർക്ക് വിട്ട് കാണോ ചെറുപ്പത്തിൽ? ഇത്തരം ഫോഷ്കാണ് ഇവരെ പഠനം. ഇതിൻ്റെ പിന്നിൽ ആൾ നിൽക്കുകയാണ്, ആൾ ഇടിച്ച് നിൽക്കുകയാണ്. എന്നാൽ കൃപയാൽ കേരളക്കര മൊത്തം എടുത്താൽ കാര്യമായ ഒരു ചുവടുറപ്പിക്കാനൊന്നും വണ്ണസ് പെന്റക്കോസ്റ്റൽസിനായിട്ടില്ല. അതല്ല, അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, അടൂർ മുതൽ അടൂർ വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് UPC അല്ലെങ്കിൽ വണ്ണസ് പെന്റക്കോസ്റ്റൽസ്. ഇപ്പോൾ ഈ പേര് പറയാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ഐഡിയോളജിക്കലി പറയുകയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ശ്രദ്ധിച്ച്, ഇനി നമുക്ക് പോകേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഇവരെക്കുറിച്ചൊരു ഗ്രാഹ്യം കിട്ടിയോ? ഒരു കാര്യം മനസ്സിലായല്ലോ? ശരി. ഈ ബ്രൺഹാം എന്ന് പറഞ്ഞ ആളിനെക്കുറിച്ച് പഠിക്കേണ്ട ഒരു കാര്യം, പുള്ളി വലിയൊരു ഫോഷ്ക്ക് പ്രചരിപ്പിച്ചു. അദ്ദേഹത്തിന് ഒരിക്കലൊരു ദൈവ സാന്നിധ്യം ഉണ്ടായി. ആ ദിവ്യ സാന്നിധ്യം തൻ്റെ തലയ്ക്ക് ചുറ്റും ഒരു വലിയ വെളിച്ചം. ആ വെളിച്ചത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ ഈ ചിത്രങ്ങളെല്ലാം കാണുന്നത് ഈ മുഖത്തിന് ചുറ്റും ഒരു മഞ്ഞ വെളിച്ചമാണ് അല്ലേ? എന്നാൽ ഇതങ്ങനല്ല, ഇങ്ങനൊരു വെളിച്ചം. ആ വെളിച്ചം ഒരു വലിയ ടയറിൻ്റെ ഈ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ നിന്നിരുന്നു. പിന്നീട് അദ്ദേഹം പ്രസംഗിക്കുന്ന യോഗങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ നിത്യജീവിതത്തിലും ഈ വെളിച്ചം മരണം വരെ അദ്ദേഹത്തെ പിന്തുടർന്നു എന്നാണ് അനുഗാമികൾ പ്രചരിക്കുന്നത്. ആ വെളിച്ചത്തിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇത്തരം വലിയ കൾട്ടാണ് ഈ വണ്ണസ് എന്ന് പറയുന്നത്. അതിൽ ഇവരുടെ ഡോക്ടറിൻ്റെ ഒരേകദേശ രൂപം കിട്ടിയ സ്ഥിതിക്ക് നമുക്കിനി ട്രിനിറ്റിയിലേക്ക് കിടക്കാം. സന്തോഷമല്ലേ? ഇനി നമുക്ക് യഹോവ വിറ്റ്നസിനെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞു പോവാം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇവർ തങ്ങളിൽ യോജിപ്പില്ല ഒത്തിരി കാര്യങ്ങളിൽ. യഹോവ വിറ്റ്നസിൻ്റെ വീക്ഷണം അനുസരിച്ച് ദൈവത്തിനൊരു പേരുണ്ട്. ദൈവം എന്ന് വിളിച്ചാൽ ഒക്കുമല്ല, കാരണം ഒത്തിരി ദൈവങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ഏത് ദൈവമാണ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമില്ലാത്ത എന്താ? ഞാൻ യഹോവയാകുന്നു, അതുകൊണ്ട് ദൈവത്തെ എങ്ങനെ വിളിക്കണം? യഹോവ. അതാണ് ഒന്നാമത്തെ പഠിപ്പിക്കൽ. രണ്ടാമത്തെ കാര്യം, യഹോവ വിറ്റ്നസിൻ്റെ ഏറ്റവും ശക്തമായൊരു വാദം, യഹോവയാണ് ദൈവം, യേശു ദൈവമല്ല. അതിലൊരു തന്ത്രം അവർ പ്രയോഗിക്കുക. നമ്മളവരോട് ചോദിക്കുക, യേശു ദൈവമാണോ എന്ന് ചോദിച്ചാൽ അവർ പറയും അതെ. അതിന് കാരണം നമ്മളിലേക്കൊരു റീച്ച് ഉണ്ടാകാൻ അത് പറഞ്ഞെങ്കിലേ പറ്റൂ. കാരണം അവർ ദൈവം എന്ന് പറയുന്നത് ഏത് അർത്ഥത്തിലാണെന്നറിയോ? മോശയെ ദൈവം എന്ന് വിളിച്ചല്ലോ, മോശയെ ദൈവം എന്ന് വിളിച്ചു. അങ്ങനെ ചില പദപ്രയോഗങ്ങളാൽ യേശുവും ദൈവമാണ്, പക്ഷെ നോട്ട് ഈക്വൽ ടു ഫാദർ. അതായത് യേശു ഒരു നല്ല മനുഷ്യനാണ്, പ്രവാചകനാണ്, ദൈവപുത്രനാണ്. ഇതാണ് യേശുവിനെക്കുറിച്ചുള്ള വാദം. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ദ ആക്റ്റീവ് ഫോഴ്സ് ഓഫ് ഗോഡാണ്, ദൈവത്തിൻ്റെ ക്രിയാത്മക ശക്തി. മാത്രമല്ല ഇവർക്കൊരു ബൈബിളുണ്ട്, ഒരു സവിശേഷമായ ബൈബിൾ. ആ ബൈബിളിൻ്റെ പേര് ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ, പുതുലോക ഭാഷാന്തരം. പുതുലോക ഭാഷാന്തരം. അവർ ഈ പുതുലോക ഭാഷാന്തരം നമ്മളെ പിടിച്ചേൽപ്പിക്കും, ഇത് വായിക്കാനും ഒക്കെ പ്രേരിപ്പിക്കും. പക്ഷേ അതിലെ ചില അപകടങ്ങൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാം. ആ പരിഭാഷയെല്ലാം തെറ്റാണ്. ആ പരിഭാഷയിലൊരു തെറ്റ് പറയാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. ഇങ്ങനെ കിടക്കുന്ന പരിഭാഷയ്ക്ക് അവർ എഴുതിയിരിക്കുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനവും ഒരു ദൈവമായിരുന്നു, വചനവും ഒരു ദൈവമായിരുന്നു. ഈ ഓൾസോ അവിടെ ചേർക്കേണ്ട കാര്യമില്ല, ഒരു ദൈവമായിരുന്നു പറയേണ്ട കാര്യമില്ല. കാരണം ഗ്രീക്ക് ഭാഷയിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഒന്നുമില്ല. ദർ ഇസ് നോ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇൻ ഗ്രീക്ക്. ലോഗോസ് മീൻസ് എന്താ? വചനം. അതാണ് എൻ്റെ അർത്ഥം. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർത്തുകൊണ്ടാണ് ആ പ്രയോഗം അവർ ചെയ്യുന്നത്. ദെൻ പിന്നെ കൊണ്ട് ഒത്തിരി പരിഭാഷയുടെ മിസ്റ്റേക്കുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് അത്ര അത്യാവശ്യമുള്ള കാര്യമല്ല. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഓർത്തിരിക്കാം, നിങ്ങൾക്ക് ഈ റെഫറൻസ് ഓർക്കാമല്ലോ, യോഹന്നാൻ 1:1. അപ്പോൾ അവരോട് സംസാരിക്കുന്ന വേള എൻ്റെ ആദ്യം ആ പുസ്തകം ഒന്ന് കാണിക്കാൻ പറയണം. യോഹന്നാൻ 1:1 വായിച്ച്. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ കഴിവതും KJV ഉപയോഗിക്കുക, അല്ലെങ്കിൽ RSV ഉപയോഗിക്കുക, അതെടുത്ത് കാണിക്കണം. ഇതെങ്ങനെ പൊരുത്തപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, ഇവരുടെ വീക്ഷണം അനുസരിച്ച് സ്വർഗം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതല്ല. അത് നമ്മുടെ വീക്ഷണം അങ്ങനെ എല്ലാവർക്കും ഉള്ളതല്ല.
അവരുടെ വീക്ഷണത്തിൽ 144,000 വരുന്ന രക്ഷിത ഗണങ്ങൾ മാത്രമേ സ്വർഗത്തിലുള്ളൂ. അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ മാത്രമേ അവരുടെ എന്താ പറയുന്നത്, അപ്പവീഞ്ഞ് നുറുക്കുന്ന, അതിന് കർത്തൃമേശ എന്ന് പറയാനുള്ള മടിയുണ്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞു, അവരപ്പവീഞ്ഞുകൾ നുറുക്കുന്ന ആ കാര്യത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അവിടെ പോകാൻ പറ്റൂ. പക്ഷേ ചിലപ്പോൾ ആരും പങ്കെടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കാണിച്ചിട്ട് അത് കളയാ പതിവ്. ആരും കഴിക്കില്ല. നോക്കി അത് കൊടുക്കുന്നവന് പോലും കഴിക്കാൻ പറ്റാത്തൊരു ഗതിയുടെ ഓർത്ത് നോക്കി. അതെന്തൊരവസ്ഥയാണ്. കാരണം അത് തികഞ്ഞു പോയി. അതുകൊണ്ടാണ് ഈ കണക്ക് പല ആവർത്തി മാറ്റി. മാത്രം ഏറ്റവും വലിയൊരു അപകടം 1914 യേശുവിൻ്റെ 2ാം വരവ് സംഭവിച്ചു. ആ ഡേറ്റ് ഓർത്തിരിക്കണം. സെക്കൻഡ് കമ്മിങ് സംഭവിച്ചു. ഇതൊക്കെയാണ് ഓരോ വാദങ്ങൾ. അപ്പോൾ അതിനും ഞാൻ ഫേസ്ബുക്കിൽ കാര്യമായിട്ട് സാക്ഷികൾക്കുള്ള ആ മറുപടി പറഞ്ഞിട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ എടുത്തൊരാവശ്യമുള്ളവർക്ക് വേണ്ടി ലിങ്ക് തരണമെങ്കിൽ അത് ചെയ്യാം. അത് കുഴപ്പമില്ല. നെക്സ്റ്റ് നമുക്ക് ഇനി ട്രിനിറ്റിയിലേക്ക് നേരെ പോകാം. ഇത് പഠിച്ചിട്ട് വേണം ഇവരോടുള്ള ഒരു പ്രതിവാദത്തിന് തയ്യാറെടുക്കാൻ. ഇനി അവരോട് പ്രതിവാദിച്ചില്ലെങ്കിൽ നമുക്കുള്ള അറിവ് ട്രിനിറ്റിയെക്കുറിച്ച് ഉണ്ടാകണം. അപ്പോൾ എല്ലാവർക്കും ആ പ്രതിവാദിക്കാനുള്ള ഒരു വിളിയും നിയോഗമൊന്നും ആയിരിക്കില്ല. പക്ഷേ നമുക്കതിനകത്ത് ഒരു സ്റ്റെബിലിറ്റി ഈ കാര്യങ്ങളിൽ വേണം. ഇനി ഇങ്ങനെ അവരോടൊക്കെ സംസാരിക്കേണ്ട ഒരു ഘട്ടം വന്നാൽ സാർ മുമ്പേ ഓർപ്പിച്ച പോലെ നമുക്ക് പ്രതിപക്ഷ മര്യാദ വേണം. അവർക്ക് പറയാൻ സമയം കൊടുക്കണം. അവർക്ക് പിശാചാണെന്നൊക്കെ ആക്ഷേപിക്കാതെ കേൾക്കാനുള്ളൊരു സന്നദ്ധതയും മാന്യതയും പുലർത്തിയിട്ട് ചർച്ചകളിൽ ഇടപെടാറുള്ളൂ. അവർ വയലൻ്റായാൽ പോലും നമ്മൾ വയലൻ്റാകാൻ പാടില്ല. എൻ്റെ കാരണം എന്താ? നമ്മൾ ആത്മീയരാണോന്ന്. പക്ഷേ നമ്മുടെ കനശാലിത്വവും ഗൗരവവും കളയാനും പാടില്ല. ആധികാരികം. നമ്മുടെ പോലീസുകാരെ വണ്ടിയിൽ എഴുതില്ലേ, പൊളൈറ്റ് ബട്ട് ഫെയിം. ഇതായിരിക്കണം നമ്മൾ. പൊളൈറ്റ് ബട്ട് ഫെയിം. മാന്യമാണ് പക്ഷേ കർശനം. മാന്യമായിട്ട് ഇടപഴകും, കർശനമായിരിക്കണം, ആധികാരികരിക്കണം. അപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞ വിഷയത്തിലേക്കൊന്ന് വരാം. ആദ്യമേ ഇത് മനസ്സിലാക്കേണ്ടത്, ഏതാണ്ട് ഗൗരവമുള്ള നമുക്ക് മനസ്സിലാകാത്ത കുറേ കാര്യമെല്ലാം തമ്പുരാനകത്ത് എഴുതി വച്ചിരിക്കുക എന്നൊരു ചിന്ത വേണ്ട. സ്വതന്ത്രമായ മനസ്സോടെ വിശാല ഹൃദയത്തോടെ ഈ തിരുവെഴുത്ത് പഠിക്കാനായിട്ട് മുതിരണം. സന്തോഷമാണോ? മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ നമുക്കൊരു വചനം വായിച്ചു പോകാം. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം മനസ്സിലാക്കിയേ. നമ്മളെ ആരാ തൃത്വം പഠിപ്പിച്ചേ എന്ന് ചോദിച്ചാൽ ആദ്യം പറയേണ്ടത് യേശു കർത്താവാണ്. എന്നെ തൃത്വം പഠിപ്പിച്ച യേശുവാണ്. അതിനുമുമ്പ് എനിക്കിതറിയില്ല, അങ്ങനെ സംഭവം അറിയില്ല. എന്താ കാര്യം പറയാം. ചിലർ ബൈബിൾ സംബന്ധിയായ വിഷയം പറയുമ്പോൾ നേരെ ഉൽപ്പത്തിയും തുടങ്ങും. ക്രമമനുസരിച്ച് എവിടെ നിന്നാണ് തുടങ്ങണ്ടേ? പക്ഷെ ക്രമമനുസരിച്ച് ആദ്യത്തെ പുസ്തകം ഇയ്യോബാണ്. ബൈബിളിലെ ആദ്യത്തെ പുസ്തകം ഇയ്യോബാണ്. എഴുതിയ കാലം വെച്ച് നോക്കിയാൽ അവസാനത്തെ പുസ്തകം പഴയ നിയമത്തിൽ എസ്തേറാണ്. പക്ഷെ ക്രമീകരിച്ച എങ്ങനെ? ഉൽപ്പത്തി മുതലാണ് മലാക്കി വരെ, അല്ലേ? അതിനങ്ങനെ ക്രമീകരിച്ചേ? ബൈബിൾ ക്രോഡീകരിച്ചത് എഴുതിയ കാലഘട്ടത്തെ ആധാരമാക്കിയല്ല, മറിച്ച് അത് ഉൾക്കൊണ്ടിരിക്കുന്ന ഉള്ളടക്കത്തെ ആധാരമാക്കിയാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നതുപോലെ ഒരു ക്രൈസ്തവൻ ബൈബിൾ പഠിക്കുമ്പോൾ, ഒരു ക്രിസ്ത്യാനി ബൈബിൾ സംബന്ധിയായ വിഷയം അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ആരംഭിക്കേണ്ടത് പഴയ നിയമത്തിൽ നിന്നല്ല. അതിനർത്ഥം പഴയ നിയമത്തെ വിരോധിക്കുന്നു എന്നല്ല. അങ്ങനെ ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്. പഴയ നിയമം നമുക്ക് 100% ദൈവവചനമാണ്. പക്ഷെ അതിൻ്റെ ഒരു പരിമിതി പറയാം. ആദ്യം ഞാൻ പറഞ്ഞ പരിമിതിയല്ല. ന്യായപ്രമാണം ശിശുപാലകനായി ഭവിച്ചു. അത് കുട്ടിക്കുള്ള ടീച്ചിങ്ങാണ്. മുതിർന്ന നമുക്ക് കിട്ടിയ വചനം യേശു പഠിപ്പിച്ചാണ്. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ, ദൈവം പണ്ട് ഭാഗമായും, എബ്രായർ 1:1 പറയാണ്, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട്. എന്നുവെച്ചാൽ ഓൾഡ് ടെസ്റ്റമെൻ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് എഴുതിയതാണ്, ഭാഗമാണ്, വിവിധമാണ്, ടു ദ ഫോർ ഫാദേഴ്സാണ്. ബട്ട് ന്യൂ ടെസ്റ്റമെൻറ്റ് സൺ ഓഫ് ഗോഡാണ്, ഈ കാലഘട്ടത്തിലേക്കുള്ളതാണ്. മനസ്സിലായോ പഠിക്കേണ്ട ക്രമം? അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം? തുടങ്ങണ്ടേ? പുതിയ നിയമത്തിൽ. കാരണം പഴയ നിയമ ഗ്രന്ഥകാരൻ തൻ്റെ വെളിപ്പാടും തൻ്റെ അന്വേഷണങ്ങളും പ്രാർത്ഥനകളും കൊണ്ട് പരമാവധി തിരിഞ്ഞു നോക്കിയപ്പോൾ ചെന്ന ഇടം ആദിയിൽ ദൈവം ശരിക്കും സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. അങ്ങനെ പരിഭാഷ. ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. ആരാ എഴുതിയേ? മോശ ആരാ? ഫറവോൻ്റെ
കലാലയത്തിലെ സകല വിദ്യകളും പഠിച്ച പണ്ഡിത ശ്രേഷ്ഠൻ, ഒപ്പം വെളിപ്പാടുകൾ, ദൈവ സാന്നിധ്യം, ആഭിമുഖമായി ദൈവശബ്ദം കേട്ട മനുഷ്യനൊക്കെയാണ്. ഇതിനൊന്നും അവസരമില്ലാത്ത, ഒരു കലാലയത്തിൻ്റെ പഠിത്തന്നെ പോകാത്ത പാവപ്പെട്ട യോഹന്നാൻ അതിനും അപ്പുറത്തിറങ്ങിയിട്ട് പറയുക, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അപ്പോൾ ഏതാ പ്രധാനമെന്ന് മനസ്സിലായോ? ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂ ടെസ്റ്റമെൻറ്റ് പിടിയിട്ടോ? വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. ഇനി നിത്യതയ്ക്കപ്പുറത്ത് വരാനിരിക്കുന്ന കാര്യവും പറയാൻ ദൈവം ഉപയോഗിച്ച ആരെയാ? യോഹന്നാനെയാ. അതാണ് കൃപ. യോഹന്നാനെപ്പോലെ ഒരാൾക്ക് അത് ഗ്രഹിക്കാനുള്ള ദൈവകൃപ ദൈവം കൊടുത്തെങ്കിൽ നമുക്ക് അതിലധികം കിട്ടും. പ്രാർത്ഥിച്ചോ ഇത് ഗ്രഹിക്കാൻ. അപ്പോൾ നമുക്ക് പുതുനിത്യം തുടങ്ങുമെന്ന് പറയാൻ വേറെ ചില കാരണം കൂടെ ഉണ്ട്. ആ കാരണങ്ങളിലൊന്ന്, വാസ്തവം പറഞ്ഞാൽ എനിക്ക് അബ്രഹാമിനെ പരിചയമുണ്ടായില്ല. യാക്കോബും ഞാനും തമ്മിൽ എന്ത് ബന്ധം? ദാവീദുമായിട്ട് അണിക്കൊടുത്തോടത്തിന് എന്ത് ബന്ധം? ന്യായപ്രമാണവും ഞാനും തമ്മിൽ എന്ത് ബന്ധം? പക്ഷെ ബന്ധമുണ്ട്. ബന്ധം ഉണ്ടാകാൻ കാരണം എന്താ? അയോഗ്യനായ എന്നെ ഒരുവൻ തൻ്റെ കാന്തയാക്കി. വിവാഹബന്ധം വഴിയാ എനിക്ക് ഇവരോട് ബന്ധം. മനസ്സിലായോ? ഇല്ല. ഓർക്കാൻ വേറൊരു ഉദാഹരണം പറയാം. നെഗറ്റീവ് ഉദാഹരണം പറയുമ്പോൾ പെട്ടെന്ന് പിടികിട്ടല്ലോ. ഒരിക്കൽ ഈ ഭാര്യയെ കളിയാക്കാൻ കിട്ടുന്ന ഒരവസരവും കളയാത്ത ഒരു ഭർത്താവുണ്ടായിരുന്നു. ചുമ്മാ കളിയാക്കുക. അപ്പോൾ ഇവർ രണ്ടും ഒരുമിച്ച് ഇങ്ങനെ പോകുന്ന വഴിക്ക് പറഞ്ഞു, ധാരാളം കഴുതകൾ നടന്നു വരും. ഈ കഴുതയെ കണ്ടിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, ദേടി വരുന്നു നിൻ്റെ സ്വന്തക്കാരെന്ന്. പുള്ളിക്കാരി പറഞ്ഞു, ശരിയാ, അവരെല്ലാം എൻ്റെ സ്വന്തമാ. എന്നുമല്ലാന്നറിയോ, നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷം. അപ്പം ഇതൊരു വലിയ കാര്യമാണ്, ശ്രദ്ധിച്ചിരിക്കുക. അബ്രഹാമും ഇസ്ഹാക്കും യാക്കോവും അന്ധതമസും കൂരിരുട്ടും മേഘഗർജനവും ചെങ്കടൽ പിളർന്നതും ഒക്കെ ഞാൻ മനസ്സിലാക്കിയത് യേശുവിൻ്റെ കൂടെ കൂടിയ ശേഷമാണ്. അതിൽ എനിക്കറിയില്ല, ഒരു പിടിയില്ല. എന്നെ ന്യായപ്രമാണം വെച്ച് ശിക്ഷിക്കാനും പറ്റില്ല. എന്താ കാര്യം? ഞാൻ ന്യായപ്രമാണത്തിന് അന്യൻ, വാഗ്ദത്തത്തിന് അന്യൻ, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവൻ. മനസ്സിലായോ? എന്നെ അവൻ വെട്ടിയെടുത്ത് തായ്തടിയോട് ചേർത്ത് ഒട്ടിച്ചു. ബഡിഞ്ഞു പോലുമില്ല. ഹീ ഗ്രാഫ്റ്റഡ് മീ ടു ദ റൂട്ടാണ്. അങ്ങോട്ട് ചേർത്ത്. അന്നു മുതൽ ഞാൻ ആ തായ്തടി വളരുമ്പോൾ എനിക്ക് മനസ്സിലായി, രണ്ട് ഇതാ അബ്രഹാമിനെ ഞാൻ സ്നേഹിക്കുന്നു. എന്താ കാര്യം? എൻ്റെ കാന്തൻ്റെ വല്യപ്പനാ. അതാ കാര്യം. മനസ്സിലായോ? ദാവീദിനെ ബഹുമാനം. എന്താ കാര്യം? നമ്മുടെ കാന്തൻ്റെ ഫോർഫാദറാണ്, റിലേറ്റീവാണ്. നമ്മളങ്ങനെ റിലേറ്റീവായി. പക്ഷേ എനിക്ക് പ്രധാനം ആരാ? കാന്തൻ. അതിൻ്റെ അർത്ഥം ഇതങ്ങൾ വൈരുദ്ധ്യമാണെന്നല്ല. അവിടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവോത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷയും കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ഒന്നുകൂടെ അങ്ങ് പറയാം. ഈ ദൈവം എന്ന് പറയുമ്പോൾ കാര്യമൊക്കെ ആണെങ്കിലും അബ്രഹാം അവനെ ദൂരത്ത് നിന്ന് കണ്ട് അഭിവന്ദിച്ചു. ഈസഹാക്കിൻ്റെ ഭയമായവൻ. ഒരു മൃഗമാകട്ടെ മനുഷ്യനാകട്ടെ പർവ്വതത്തെ തൊട്ടാൽ കല്ലെറിഞ്ഞു കൊല്ലേണം. കാർക്കശ്യ നിബന്ധനയുള്ള ജൂതമതത്തിൻ്റെ ആ നിയമാവലിയിൽ ഫോർഫാദേഴ്സ് എല്ലാം ഭയന്ന് നിന്ന് കണ്ടവനെ ഞാൻ മുട്ടിയൊരുമി കൂടെ നടക്കാൻ കിട്ടിയ ഭാഗ്യം. മാത്രമല്ല പിതാവിനെ, ആ ദൈവത്തെ വിളിക്കാൻ അവനൊരു വഴി നമുക്ക് തന്നു. ശ്രദ്ധിക്കണേ, ഇത് ലോകത്തെല്ലാ മതങ്ങളും ദൈവത്തെ സ്ഥാനപ്പേര് ചൊല്ലിയാണ് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ യാഹ്വേ, പിന്നെ വിളിക്കും അള്ളാഹു. എൻ്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്ന് അറിയാം. അള്ളാഹു എന്ന് പറയും. പിന്നെ എങ്ങനെ? മലയാളത്തിൽ അങ്ങനെ ഒരു പദമില്ല. എങ്ങനെ പ്രൊണൗൺസ് ചെയ്യണം? അള്ളാഹു. മനസ്സിലായോ? അള്ളാഹു എന്ന് പറഞ്ഞാൽ അവർ ചിരിക്കുകയുള്ളൂ. അവരോട് സംസാരിക്കേണ്ടി വന്നാൽ എങ്ങനെ പറയണം? അള്ളാഹു. മനസ്സിലായല്ലോ? മലയാളത്തിൽ ഇംഗ്ലീഷിലും ലാ ഇല്ല, ലോതാണ് അക്ഷരം. പോട്ടെ. അപ്പോൾ എങ്ങനെ വിളിക്കുന്ന മുസ്ലിങ്ങൾ ദൈവത്തെ വിളിക്കും അള്ളാഹു. ഒരു കൂട്ടർ എലോഹി, വേറൊരു കൂട്ടർ യാഹുവേ. ഇന്ത്യക്കാരൻ വിളിക്കും ഈശ്വരൻ. 100 കൂട്ടം പേരുകളാൽ വിളിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കുന്നത് പിതാവേ. Only we people addressing God as Father. Only Christians addressing God as Father. നമ്മൾ ദൈവത്തെ വിളിക്കുന്നത് എങ്ങനെ? പിതാവേ.
ആ ബന്ധം നമുക്ക് കിട്ടിയെങ്ങനെയാ? ത്രൂ ദ സൺ ഓഫ് ഗാഡ്, ദൈവപുത്രനിലൂടെ. പേടിച്ച് പകച്ചു നിന്ന ഈ കുട്ടിയെ തന്നോട് ചേർത്ത് പിടിച്ചിട്ട് പിതാവിൻ്റെ അരികിൽ ചെന്നിട്ട് പറയുക, ഇതാ ഞാനും ദൈവം എനിക്കെന്ന മക്കളും. അപ്പോൾ നമ്മളവൻ്റെ മക്കളാകും, നമ്മളവൻ്റെ കാന്തയാകും, നമ്മളവൻ്റെ കൃഷിയാകും, നമ്മളവൻ്റെ മുന്തിരിത്തോട്ടമാകും, നമ്മളവൻ്റെ ഭവനമാകും. പല ഉദാഹരണമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളാണ് പ്രിയപ്പെട്ടവർ ദൈവത്തിന്. സന്തോഷമാണോ? ആ നമുക്ക് നൃത്തം പഠിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ആർക്കാ പറ്റുക? നമുക്ക് പറ്റും. ശ്രദ്ധിച്ചാട്ടെ. അപ്പോൾ നമുക്ക് നൃത്തം പഠിപ്പിച്ചതും പറഞ്ഞു തന്നതും യേശുവാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് പഠിച്ചു പോകാം. മത്തായിയുടെ സുവിശേഷം 28:19. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. മതി. ഇവിടെയാണ് കറക്റ്റ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ഒരു പ്രയോഗം വ്യക്തമാകും. ട്രിനിറ്റിയുടെ വിശ്വാസം അനുസരിച്ച് എന്താണ് ഇതെന്ന് പറയാം. ട്രിനിറ്റിയുടെ വിശ്വാസം അനുസരിച്ച് ഏകസത്യ ദൈവം, ദൈവം സാരാംശം കൊണ്ട് ഒരുവനാണ്. ദൈവം ഒരുവൻ, ദൈവം ഒരുവനിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇങ്ങനെ 3 പേഴ്സൺസ്. ആ 3 പേഴ്സൺസ് ഇവിടെയാണ് പെട്ടെന്ന് നമുക്കൊരു ആശങ്ക പോലെ തോന്നുന്നത്. അതെങ്ങനെ പറയാം? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇത് 3 പേഴ്സൺസാണ്. 3 ഹൈപ്പോസ്റ്റാസിസാണ്. ഗ്രീക്ക് വേർഡ് അങ്ങനെ. എന്താ ഹൈപ്പോസ്റ്റാസിസ്? അർത്ഥം ബീയിങ്, ഓൻഡോ, ബീയിങ്, ആയിരിക്കുന്നത്. ദൈവമെന്തോ അത് ബീയിങ്. ആൻഡ് ഗ്രീക്ക് വേർഡ് തന്നെ പറഞ്ഞാൽ വൺ ഔസിയ. ഔസിയ എന്താന്ന് പറയാം? OUSIA. അതൊന്നും എഴുതിയിട്ടു നല്ലതാണ്, കാരണം ഇതൊരു വലിയ വിഷയമായിരുന്നു. അരിയൂസ് കേട്ടത്തിലുണ്ടോ? അരിയൂസ് കേട്ടിട്ടുണ്ടോ? അരിയൂസ്, അത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇവരുടെയൊക്കെ സ്ഥാപകനാണ് അരിയൂസ്, ഈ യൂണിറ്റേറിയന്മാരുടെ. കാരണം അദ്ദേഹമാണ് ആദ്യത്തെ തൃത്വവിരോധം പുറപ്പെടുവിക്കുന്ന ആൾ. അദ്ദേഹം 325 നിക്യാ സുന്നോദോസിൽ ഇത് അവതരിപ്പിക്കാൻ അവസരം കിട്ടി. അവിടെ ഒരു ചർച്ച നടന്നു. പുത്രൻ സമനോ സാമ്യനോ? ദൈവപുത്രൻ സമനോ സാമ്യനോ? ഈ സമൻ, സാമ്യൻ ഇതിനുപയോഗിച്ചിരിക്കുന്ന പദം ഔസിയ, OUSIA, ഹോമൗസിയ. ഹോമൗസിയുണ്ട്, ഹോമോസിയ ഉണ്ട്. ഒരു യു കയറി വരുമെന്ന് മാത്രം ഇടയ്ക്ക്. അപ്പോൾ തർക്കവിഷയമായത് ഇതാണ്. ഈ യു ഒരു തർക്കവിഷയം. ആ തർക്കത്തിനൊടുവിൽ സഭ 2ആയി പിളർന്നു. ഇപ്പം ചർച്ച് ഹിസ്റ്റോറിയൻ എഴുതി, യു ഒരു സ്വരാക്ഷരമാണല്ലോ, ഒരു സ്വരാക്ഷരം സഭയെ 2ആയി പിളർത്തിയത്. ഒരു സ്വരാക്ഷരത്തിൻ്റെ പേരില്ല ഈ ചർച്ച മുഴുവൻ നടന്നു. അക്ഷരത്തിൻ്റെ വില മനസ്സിലായോ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാക്കല്ലേ. 2ആയിട്ട് പിരിഞ്ഞു. ഇതിൽ അരിയൂസ് പറഞ്ഞു ദൈവ സദൃശനാണ് പുത്രൻ. അപ്പോൾ അത്താനാസ്യൂസ് പറഞ്ഞു പുത്രൻ സമനാണ്, പിതാവിന് സമൻ. സമനോ സാമ്യനോ? ഈ ചിന്ത വളർന്നു. ആ ഘട്ടത്തിൽ വിജയം കോൺസ്റ്റന്റൈൻ്റെ അധ്യക്ഷയിലാണ് യോഗം നടക്കുന്നത്. അത്താനാസ്യൂസിനായിരുന്നു. ട്രിനിറ്റി ഉറപ്പിച്ചു. ചില പറയാറുണ്ട് ഈ ട്രിനിറ്റി ഉണ്ടായത് AD 325. അങ്ങനല്ല. ട്രിനിറ്റിയെ കണ്ണിച്ചു വന്ന അരിയൂസിനെ തെറിപ്പിച്ച് ട്രിനിറ്റിയാണ് സത്യമെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു AD 325 നിക്യാ കൗൺസിൽ. മനസ്സിലായോ? അതിനു മുമ്പേ ട്രിനിറ്റി ഇരുന്നുകൊണ്ടാണ് അതിനെതിരെ പറയാൻ ആൾ തയ്യാറായി വന്നത്. ട്രിനിറ്റി ആയിരുന്നു ദൂരെയുള്ളത്. എന്നാൽ അടുത്ത ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ ചക്രവർത്തിയെ സ്വാധീനിച്ച് ഈ അരിയൂസ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഒടുവിൽ ചക്രവർത്തി ആ രൂപത്തിലങ്ങായി. എന്നിട്ട്
നിർദ്ദേശം കൊടുത്തു, അത്താനാസ്യൂസിന് നിർദ്ദേശം കൊടുത്തു, എത്രയും പെട്ടെന്ന് ഇത് അംഗീകരിച്ചോണം, അല്ലെ തല പോക്കാം. അന്നത്തെയൊക്കെ അങ്ങനെ കൗൺസിൽ കൂടിക്കഴിഞ്ഞു. ഇന്നെന്ത് ഭേദമാണ്, നമ്മൾ ചെറിയ വട്ടക്കലൊക്കെ തീരുക. അന്ന് തല വെട്ടിക്കളയുക കൗൺസിൽ കൂടിയിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ. അപ്പോൾ അത്താനാസ്യൂസ് വഴങ്ങിയില്ല. അത്താനാസ്യൂസ് ഒളിവിൽ പോയി. ഒളിവിൽ വാർക്കുന്ന വേളയിൽ മഹാഭൂരിപക്ഷ ആളുകളും അത്താനാസ്യൂസ് പഠിപ്പിച്ച ട്രിനിറ്റി എന്ന ഉപദേശത്തെ എതിർത്ത് മൊത്തം ആളുകൾ യൂണിറ്റേറിയനായി. ഇനിയിപ്പോൾ അത്താനാസ്യൂസിലൂടെ ഉള്ളൂ അത് സ്വീകരിക്കാൻ. അപ്പോൾ സുഹൃത്തുക്കൾ ആരോ ചെന്നിട്ട് പറഞ്ഞു, അത്താനാസ്യൂസ്, ദ ഹോൾ വേൾഡ് ഈസ് അഗൈൻസ്റ്റ് യു. ലോകം മൊത്തം നിനക്കെതിരാണ്. അപ്പോൾ ഒറ്റ വഴിയേ നിൻ്റെ മുമ്പിലുള്ളൂ, കൺഫസ് ആൻഡ് കം ബാക്ക് ആൻഡ് അക്സെപ്റ്റ് യൂണിറ്റേറിയനിസം. അത്താനാസ്യൂസിൻ്റെ മറുപടി സഭാചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തിയതാണ്. അദ്ദേഹം മറുപടി പറഞ്ഞു, ടെൽ ദം ഇഫ് ദ ഹോൾ വേൾഡ് ഈസ് അഗെയിൻസ്റ്റ് മീ, ഐ ആം ഓൾസോ അഗെയിൻസ്റ്റ് ദ ഹോൾ വേൾഡ്. അതിന് ലാറ്റിൻ വേർഡ് പറയുന്നത് ഇങ്ങനെയാണ്, അത്താനാസ്യൂസ് എഗെയിൻസ്റ്റ് ദ വേൾഡ് എന്നതിന് അത്താനാസ്യൂസ് കോൺട്രഡിക്റ്ററിയാണ്, എതിരാണ്. മുൻറം ദ ഹോൾ വേൾഡ്, അത്താനാസ്യൂസ് കോൺട്രാ മുൻറം. ചർച്ച് ഹിസ്റ്ററിയിലെ ഒരു വേർഡാണ് അത്താനാസ്യൂസ്, ലോകത്തിനെതിര്. പക്ഷേ കാലം അദ്ദേഹത്തിന് വേണ്ടത് കരുതി വച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മടങ്ങി വരവിൽ, അടുത്ത ഘട്ടത്തിലെ അതിജീവനത്തിൽ യൂണിറ്റേറിയൻ കോട്ടകളെ മുഴുവൻ തകർത്തുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയിലെ പ്രബല വിശ്വാസമായി, ലോകത്തേറ്റവും അധികം ആളുകൾ അംഗീകരിക്കുന്ന വിശ്വാസമായി ഇന്നും ട്രിനിറ്റി എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവരായി അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കണം. നമ്മൾ മരണം വരെയല്ല, മരണം കഴിഞ്ഞാലും പിടിച്ചിരിക്കണം. അതാണ് വേണ്ടത്. സ്തോത്രം. അതുകൊണ്ട് ട്രിനിറ്റി എന്താണെന്ന് പറയാം. ഒരു ഔസ്യ, ഒരു ഉള്ളടക്കം, ഒരു എസൻഷ്യൽ, ഒരു എസൻസ്. ഓക്കെ, സബ്സ്റ്റാൻഷ്യൽ ഓർ എസൻഷ്യൽ എന്നാണ് ഔസ്യയുടെ അർത്ഥം. ഒരു സബ്സ്റ്റാൻഷ്യൽ അല്ലെങ്കിൽ ഒരു എസൻസിൽ 3 പേഴ്സൺ. അതിലൊന്നുകൂടെ മനസ്സിലാക്കണം. പിതാവല്ല പുത്രൻ, പുത്രനല്ല പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവല്ല പിതാവ്. 3 പേഴ്സൺസ്, 3 പേർ സാരാംശത്തിൽ ഒന്നായിട്ടിരിക്കുന്നു. അതെങ്ങനെ? സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു സംശയം വരാമല്ലോ. പലപ്പോഴും നമുക്ക് ഉദാഹരണം പറയുന്ന ആളുകളൊക്കെ ഓരോ കഥകളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ബൈബിളിലെ തന്നെ ഉദാഹരണം എടുക്കാം. അങ്ങനെ എങ്ങനെ ഒക്കുന്നതെന്ന്. 3 പേര് കൂടി ഒന്നാവുമോ? അത് ഏറ്റവും വലിയ. ഇവിടെ ഒരു വലിയ കാര്യമുണ്ട്. ഈ ദൈവസംബന്ധിയായ പിതാവ് ഉത്തരം പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തിൽ 2 പ്രബല തർക്കം കിടപ്പുണ്ട്. ഒന്ന്, ദ പ്രോബ്ലം ഓഫ് അരിത്തമാറ്റിക്. ഞാൻ എൻ്റെ തിയററ്റിക്കൽ സ്റ്റഡി പറയുന്നുണ്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. 2, ദ പ്രോബ്ലം ഓഫ് ഇൻ്റർ റിലേഷൻസ്. 2 പ്രോബ്ലം. ഒന്നാമത്തെ പ്രോബ്ലം പറഞ്ഞു, ഒരു ഗണിത പ്രശ്നം. അതേതൊക്കെയാ? പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. 1 1 1 സമം 3. അതിന് ചിലർ ഗുണിച്ചു കൊടുക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ 33 കോടി ദൈവത്തെ വെച്ചിട്ട് ഗുണിച്ചു പോയാൽ എന്തോ ചെയ്യും? ഗുണിക്കാൻ കുറേ സമയം എടുക്കുമെന്നേ ഉള്ളൂ. അത് ഒന്നാക്കാം, അതിലൊന്നും അർത്ഥമില്ല. കാര്യം പോലെ പറയണം. വേണ്ടേ? 3 പേര് ചേർന്ന് ഒന്നാകുമോ? ഒന്നാകും. 3 പേർ ചേർന്ന് ഒന്നാകും. അതൊക്കെ പിന്നെ പരിഹരിക്കാം. രണ്ടാമത്തെ വിഷയം നമുക്കുള്ളതല്ല, വണ്ണസ് പരിഗണിക്കേണ്ടതാണ്. ഒരാൾ തന്നെ തനിക്കെങ്ങനെ അപ്പനാകും, അദ്ദേഹം തന്നെ എങ്ങനെ മകനാകും? അയാൾ തന്നെ തന്നോട് തന്നെ പറയുമോ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം? അതെങ്ങനെ നോക്കും? അത് പറ്റത്തില്ല. മനസ്സിലായോ? ഇവിടെ ഈ പ്രശ്നത്തിൽ പരിഹാരമുള്ളത് ട്രിനിറ്റേറിയൻസിന് മാത്രമാണ്. 2നും പരിഹാരമുണ്ട് ട്രിനിറ്റേറിയൻസിൻ്റെ. അപ്പോൾ ദൈവസംബന്ധിയായ വിഷയങ്ങളിൽ അത്തരത്തിൽ മുൻതൂക്കമുള്ളത് ട്രിനിറ്റേറിയൻ ഫെയ്ത്തിനാണ്. അപ്പോൾ ട്രിനിറ്റേറിയൻ ഫെയ്ത്ത് ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. എന്താ ഈ ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ? ദൈവം, ചിലർ പറയാറുണ്ട്, ദയവായിട്ട് ഈ ട്രിനിറ്റി പറയുന്ന ആളുകൾ ഇതിന് ഉദാഹരണം പറയാതിരിക്കുക. വെള്ളമാണ്, റബ്ബർക്കായാണ്. ഒരു ഉദാഹരണം വേണ്ട, ബൈബിളിലെ വാക്യം കൊടുത്താൽ മതി. വാക്യം കൊടുത്ത് മനസ്സിലായില്ലേ അവന് മനസ്സിലാകണ്ട. ഉദാഹരണത്തിലെല്ലാം ലൂപ്പ് ഹോളുകളുണ്ട്. അതാ കാര്യം. സൂര്യനാണ്, വെളിച്ചമാണ്, ചൂടാണ്, ഇതിനൊന്നും പോണ്ടെന്ന് ബൈബിളിലുണ്ടല്ലോ. ഉള്ള പോലെ പറഞ്ഞു കൊടുക്കാം. സന്തോഷമാണോ? ഞാൻ ഭർത്താവാണ്,
ഞാൻ അപ്പനാണ്. അങ്ങനെയാണ് എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പാസ്റ്ററാണ്, ഞാൻ അമ്മാവനാണ്, ഞാൻ അപ്പാപ്പനാണ്. ട്രിനിറ്റിയും കഴിഞ്ഞു പോയി, ഒത്തിരി പോയി, അങ്ങോട്ട് പോയി. ആവശ്യമില്ലാത്തൊന്നും പറയരുത്. മക്കൾക്ക് ഞാൻ അപ്പനാണ്, ഭാര്യയ്ക്ക് ഞാൻ ഭർത്താവാണ്, അപ്പന് ഞാൻ മോനാണ്, ഇതൊന്നും പറയരുത്. ഇതൊന്നും അല്ല ട്രിനിറ്റി, അതൊന്നും അല്ല. അപ്പോൾ ട്രിനിറ്റി പറയുന്ന ചില ആളുകൾ ഇങ്ങനെ പറയുക വഴി ഇവർ കൊണ്ട് മറ്റവർ എതിരാളികൾ കൊണ്ട് നമ്മളെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരോട് ബന്ധിപ്പിക്കും. അങ്ങനെ പോരുത്. നമ്മൾ ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാ. അപ്പോൾ എങ്ങനെ ഇവർ ഒന്നായിരിക്കും അതറിയണ്ടേ? അതിലേക്ക് വരാം, അതവിടെ കിടക്കട്ടെ, ഞാൻ വിട്ടുകളയത്തില്ല. അപ്പോൾ സിമ്പിളായിട്ട് ട്രിനിറ്റി അതെന്താണെന്ന് അതിൻ്റെ തത്വത്തിലൊന്ന് പറഞ്ഞാട്ടെ, മനസ്സിലാക്കിയാട്ടെ. ഒന്ന്, ഏകസത്യ ദൈവം. ആ ദൈവം സാരാംശത്തിൽ ഏകൻ, സമതുല്യരായ സമനിത്യരായ 3 വ്യക്തിത്വങ്ങൾ കൂടിച്ചേരുന്ന ഒരാൾ. അതിനൊപ്പം കേട്ടാൽ ഗൗരവമായിട്ട് തോന്നും, ഒന്നുമല്ല, നമുക്ക് പിന്നെ പഠിക്കാം. ഇതാണ് ട്രിനിറ്റി. അപ്പോൾ ട്രിനിറ്റി സംബന്ധിച്ച് ചില വചനങ്ങൾ ഞാൻ തന്നു തുടങ്ങാം. അത് ഉൽപ്പത്തി മൂലേ തരാം, നോട്ട് കുറിക്കുന്നവർക്ക് കുറിക്കാം. ഈ ലോകത്തിൻ്റെ സൃഷ്ടി നടന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാം, നോക്കാം. നമുക്കൊരു വാക്യം നമ്മുടെ മുമ്പിൽ കിടക്കുക. എന്തെന്നാ സൃഷ്ടി എന്ന് പറയുമ്പോൾ ആദ്യത്തെ വാക്യതാ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതാ? ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. ഹെവൻ അല്ല, പിന്നെന്താ? ഹെവൻസ് ആണ്, ബഹുവചനമാണ്. ഓക്കെ. ഹീബ്രുവിൽ പറയുന്നത് ബെറിഷിത് ബാറ എലോഹീം എഡ് ഹാ ഷമായിം വേ ഹാ ഇറസ്. ഷമായിം ബഹുവചനാണ്. അതായത് ഹീബ്രു ഭാഷാ നിയമം അനുസരിച്ച് ഒരു പുല്ലിംഗ ശബ്ദം മാസ്കുലിൻ ജെൻഡറിൻ്റെ കൂടെ ഈം എന്ന സഫിക്സായിട്ട് വന്നാൽ അത് ബഹുവചനമാണ്. പറഞ്ഞല്ല, മനസ്സിലായോ? ഇല്ല, അത് എളുപ്പമാണ് മനസ്സിലാക്കാൻ, വളരെ എളുപ്പം. ശ്രദ്ധിച്ചാട്ടെ. കെരൂബ് അറിയാമല്ലോ എന്താന്ന്? കെരൂബ് എന്തെന്നാ? അത് ബഹുവചനമാക്കാൻ കെരൂബ് എന്ന് പറഞ്ഞൊരു പൗരുഷഭാവമാണെന്ന് മനസ്സിലായില്ലേ? ദൂതൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പുരുഷഭാവമല്ലേ? ഏഞ്ചല് പുരുഷഭാവമല്ലേ? 3 ദൂതന്മാർ എന്ന് പറയുന്നത് 3 പുരുഷന്മാർ എന്നല്ല എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാകത്തിൻ്റെ കാര്യം, ഈ പള്ളിയുടെ മുമ്പിലെല്ലാം വരച്ചു വെച്ചിരിക്കുന്ന ദൂതൻ നൈറ്റി ഇട്ട ഒരു സഹോദരിയാണ്. നിങ്ങളുടെ ആരെയും കുഴപ്പമില്ല. അത് കണ്ടാൽ പെൺപിള്ളേർക്ക് നമ്മൾ പേരിടും ഏഞ്ചലോസ്. ഇടരുത്. കാരണം OS എൻഡിങ് ഓൾവേസ് മാസ്കുലിൻ ജെൻഡർ ഇൻ ഗ്രീക്ക്. OS തീരുന്ന പദങ്ങളൊന്നും പെൺപിള്ളേർക്ക് പറ്റിയല്ല, ആൺപിള്ളേർക്ക് പറ്റിയ പേരാണ്. ലൂക്കോസ് കണ്ടില്ല, OS തീരുന്നത്. പൗലോസ്, ലുദിയ, നിങ്ങൾക്ക് പറ്റിയ പേര് അത്രയാ, അതില്ല വിട്. OS തീർന്ന ഓർത്തോണം. സംഗതി എന്താ? മാസ്കുലിനാ, പുല്ലിംഗാണ്. ഇത് ഗ്രീക്കാ. ഹീബ്രുവിൽ ഒരു വാക്ക് ബഹുവചനമാക്കാൻ വളരെ എളുപ്പമാണ്. ഇംഗ്ലീഷ് എങ്ങനെയാണ് ബഹുവചനമാക്കുന്നത്? യെസ്, ഒരു വാക്കിന് മാത്രമേ ES എന്ന് വരും. ഏതാ? മാംഗോ അല്ലേ? മാംഗോസ് എന്നുള്ളത് ES ആകും, ബാക്കിയല്ല S ആണ് ചേർക്കുന്നത് അല്ലേ? കുഞ്ഞുങ്ങളുള്ളതുകൊണ്ടോ ഇങ്ങനെയൊക്കെ പറയുന്നു. കുഴപ്പമില്ലല്ലോ, ശ്രദ്ധിക്കുന്നുണ്ടോ? ശരി. അപ്പോൾ മുഷിയുന്നുണ്ടോ? മുഷിയുന്നുണ്ട്, വല്ലാതെ മുഷിയുന്നുണ്ടോ എന്ന് എൻ്റെ ചോദ്യം. ഇല്ല. അപ്പോൾ ഈ ഹീബ്രുവിൽ ഒരു വാക്ക്, ഒരു പുല്ലിംഗ ശബ്ദം ബഹുവചനമാക്കുന്നത് വളരെ വളരെ എളുപ്പം. ഈം എന്ന അവസാനം ചേർത്താൽ മതി. കെരൂബ്, കെരൂബീം, ബഹുവചനമായി. സെറാഫ്, സെറാഫീം. മലക്ക്, മലാക്കീം. നബി, നബീം. സെറാഫീം മെലഡീസ് എന്നൊക്കെ കേൾക്കുകയല്ലേ? ഭൂതന്മാരുടെ പാട്ടാന്ന് പറഞ്ഞു. സെറാഫീം. അപ്പോൾ ഈം ചേർന്നാൽ മനസ്സിലായിക്കൊള്ള സംഗതി എന്താ? ബഹുവചനം, പുല്ലിംഗ ശബ്ദത്തിലെ ബഹുവചനം. മനസ്സിലായോ? ഷമായി ആകാശം, ഷമായീം സ്വർഗങ്ങൾ. ഓക്കെ. ഇത് പറയാനാണ്. ഇടയ്ക്ക് എപ്പോൾ നിങ്ങൾ ഹീബ്രു ഭാഷയിൽ ഈം എന്ന് കേട്ടാൽ ഓർത്തോണം, അത് ബഹുവചനമാണ്. സംഗതി എളുപ്പമില്ലേ? കട്ടിയാകുമല്ലേ? എളുപ്പമല്ലേ ഇതേ? ശരി. അപ്പോൾ ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. സങ്കീർത്തനം 33:5 വായിച്ചാട്ടെ. വേറൊരാൾ എബ്രായർ 1:9 വായിച്ചാട്ടെ. അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു, യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം 33:5 ഒന്നുകൂടെ വായിച്ചേ. അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു,
യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. ഇനി യോബ് 33:5 വായിച്ചേട്ടെ. 33:4. ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. അപ്പൊ അപ്പുറത്ത് നമ്മൾ കണ്ടു ദൈവം, ഇവിടെ കണ്ടു ആത്മാവ് സൃഷ്ടിച്ചു. സങ്കീർത്തനത്തിലും ജോബിലും. എബ്രായർ 1:8-9. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും കർത്താവ്, നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തികൾ ആകുന്നു, അവ നശിക്കും. നീയാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, പുത്രനാണ്. ആദ്യം പറഞ്ഞു ദൈവം, എലോഹിം. ഇവ പറഞ്ഞു ആത്മാവ്. ഇവ പറഞ്ഞു പുത്രൻ. വാക്യം പിടികിട്ടിയോ? വാക്യം മനസ്സിലായോ? അപ്പോൾ ഇനിയും പിന്നെയും കാണുന്നു. ഉൽപ്പത്തി 1:1-2 വാക്യങ്ങൾ വായിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു, ഉണ്ടാകട്ടെ എന്നവൻ കൽപ്പിച്ചപ്പോൾ അത് വചനമാണ്. അടുത്തത് എബ്രായർ 3:4 വായിക്കുമ്പോൾ ദൈവം സകലതും സൃഷ്ടിച്ചു എന്ന് കാണും. അപ്പോൾ സൃഷ്ടിയിൽ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. സൃഷ്ടിയിലുള്ളതുപോലെ ക്രിസ്തുവിൻ്റെ ജഡധാരണത്തിൽ, ഈ അവതാരം എന്ന പദം പറയരുത്, വളരെ തെറ്റാണ്. ബൈബിളിലൊന്നും അവതാരം എന്നൊരു സംഭവമില്ല. അവതാര എന്ന പദം പാടില്ല നമുക്ക്. അവൻ ജഡത്തിൽ അവതരിച്ചല്ല, ആ പദം വളരെ സൂക്ഷിക്കണം. ഞാനുണ്ട് ഈ പാട്ടെഴുതിയ പലരോടും കലയിക്കാറുണ്ട്. ദേവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചത് വെറും കഥയോ എന്ന് പാടുമ്പോൾ അത് കഥയാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവതാരമൊന്നുമില്ല. ഇൻസ്റ്റീഡ് ഓഫ് ദാറ്റ് യു ക്യാൻ സേ ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. ദൈവം ജഡത്തിൽ വന്നു, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. മനസ്സിലായോ? ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ് ആണ് ക്രൈസ്റ്റ്. ഓക്കെ, അതിൽ ത്രിയേകത്വമുണ്ട്. പറയാം. ലൂക്കോസ് 1:35 വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിഴലിടും, ഒരു പുരുഷപ്രജ ഉത്ഭവിക്കും. 3 ആളുകളെ കണ്ടു. എന്തൊക്കെയാ പറഞ്ഞേ? അത്യുന്നതൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ വരവ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിഴലിടും, ഒരു പുരുഷപ്രജ ജനിക്കും. 3 പേര്. ഇനി സ്നാനസമയം കർത്താവിൻ്റെ മത്തായിയുടെ സുവിശേഷം 3:16-17 വായിക്കുമ്പോൾ യേശു അവിടെ നിൽക്കുന്നു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ പുത്രനിൽ വരുന്നു. മറ്റൊന്ന് ലൂക്കോസ് 2:40 പൈതൽ വളർന്നു, ആത്മാവിൽ നിറഞ്ഞു, ദൈവകൃപ അവനോടുകൂടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ മരണത്തിൽ ഈ ദൈവിക തൃത്വത്തിൻ്റെ സമന്വയം കാണാം. എഫേസ്യർ 5:2 വാക്യങ്ങൾ എഴുതിയിട്ടുള്ളൂ. യെശയ്യാ 53:10 പറയുക, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. എബ്രായർ 7:27 പറയുക, ക്രിസ്തു തന്നെ അർപ്പിച്ചു മരണത്തിൽ. എബ്രായർ 9:14 പറയുക, നിത്യാത്മാവിനാൽ അർപ്പിച്ചു, ആത്മാവിനെ തന്നെ ഏൽപ്പിച്ചു. ആ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഇനി മറ്റൊന്ന് ഉയർത്തെഴുന്നേൽപ്പാണ് യേശുവിൻ്റെ. ഉയർത്തെഴുന്നേൽപ്പ് എന്തൊക്കെയാ? പ്രവൃത്തി 10:40 പറയുക, ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നതിന് ഞങ്ങൾ സാക്ഷികൾ. ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കയും. വാക്യം മനസ്സിലായല്ലോ? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ പറയാ ദൈവം അവനെ ഉയർപ്പിച്ചു. ഇനി പത്രോസ് 3:19 വായിച്ചാൽ, 1 പത്രോസ് 3:19 ക്രിസ്തു മരണശിക്ഷ ഏൽക്കയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ് അത് കർത്താവ് തന്നെയാണെന്ന് പറയുന്നു. പിതാവ് ഉയർപ്പിച്ചു എന്ന് പറയുന്നു.
ആത്മാവ് ഉയർപ്പിച്ചു എന്ന് പറയുന്നു. ഇനി എബ്രായർ 2:3 പറയുക, ഈ സുവിശേഷീകരണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം എന്താണ് പറയാം. രക്ഷാപ്രവൃത്തിയിൽ തൃത്വത്തിൻ്റെ സമന്വയം. എബ്രായർ 2:3 പറയുക, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങി, പരിശുദ്ധാത്മാവിനെ നൽകി, ദൈവം സാക്ഷി നിന്നു. അവിടെയും തൃത്വത്തിൻ്റെ സമന്വയം കാണാം. 1 കൊരിന്ത്യർ 12:4-5 വാക്യങ്ങളിൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാ ഒരുവൻ, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ, എങ്കിലും എല്ലാവരിലും പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ. ഇനി ആത്മീക ജീവിതത്തിൽ യൂദാ 20-21 വാക്യങ്ങൾ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു, യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നു, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. മറ്റൊന്ന്, നമ്മളൊക്കെ ദൈവത്തിൻ്റെ മുൻനിർണയത്തിൽ തൃത്വം. 1 പത്രോസ് 1:2 വാക്യങ്ങൾ, 1:2 വാക്യം, 1 പത്രോസ് 1:2. പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടു. ദൈവഭക്തിയുടെ മർമ്മം ഒരു ത്രിയേക വിശ്വാസമാണ്. 1 തിമോഥെയോസ് 3:16. ദൈവം 2 ജഡത്തിൽ വെളിപ്പെട്ടു, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. അവിടെയും ദൈവമുണ്ട്, പുത്രനുണ്ട്, ആത്മാവുണ്ട്. സഭാ നടത്തിപ്പിലുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം. യോഹന്നാന്റെ സുവിശേഷം 15:26, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് അയക്കുന്ന കാര്യസ്ഥനായ സത്യാത്മാവ് വരും. അവിടെ എന്തൊക്കെ വന്നു? ഞാൻ വന്നു, പിതാവ് വന്നു, കാര്യസ്ഥനായ ആത്മാവ് വന്നു. അപ്പോൾ 3 പേഴ്സൺസിനാണ് ഈ വാക്യമെല്ലാം ഞാൻ പറയുന്നത്. 3 പേഴ്സൺസ്. വെളിപ്പാട് പുസ്തകം 5:6 വാക്യം, സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു, സിംഹാസനത്തിന് മുമ്പിൽ അറുക്കപ്പെട്ട കുഞ്ഞാട്, സർവഭൂമിയിലേക്കും അയക്കപ്പെട്ട ദൈവാത്മാവിൻ്റെ കണ്ണുകൾ. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലും ഇത്തരത്തിലുള്ള പ്രയോഗം കാണാം. ഇനി പഴയ നിയമത്തിലേക്ക് വന്നാൽ അപൂർവം വാക്യങ്ങളേ ഉള്ളൂ, പക്ഷേ അത് പ്രധാനമാണ്. യെശയ്യാ 48:16 ഒന്ന് വായിച്ചട്ടെ. യെശയ്യാ 48:16 പ്രധാനമാണ്, അതൊന്ന് വായിക്കാൻ പറഞ്ഞു. നിങ്ങൾ അടുത്തു വന്നിത് കേൾപ്പീൻ, ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്, അതിൻ്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെയുണ്ട്. ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. അപ്പൊ യഹോവയായ കർത്താവ് എന്നെ, 2 പേരായി കർത്താവ് വരുന്ന രംഗമാണ്, തൻ്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നു. യഹോവയായ കർത്താവ് എന്നെയും, ഓതറല്ല, യെശയ്യാവിനെ അല്ല, കർത്താവിനെ തൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ ഒരു 10 വാക്യമുണ്ട്. അത് 63 1 മുതൽ 10 വരെയാണ്. റെഫറൻസ് കുറിച്ചെടുത്താൽ മതി, നീണ്ട പാസേജ് ആയതുകൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരിടത്തേക്കൊന്ന് പോകണം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 16-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല, ഞാനും എന്നെ അയച്ച. ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല. വേറൊരാൾ വായിക്കണം. ആവർത്തനം 6:4. ഇസ്രായേലേ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേ? ഇസ്രായേലേ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ശരിയാണോ? യഹോവ ഏകൻ തന്നെ. യോഹന്നാൻ 8:16. ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല, ഞാനും വിധിച്ചാലും ഞാൻ ഏകനല്ല. ഞാനും 16:32 വായിച്ചേ.
16:32. യോഹന്നാൻ 16:32. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ആ. നിങ്ങൾ ഓരോരുത്തൻ താന്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരും. യോഹന്നാന്റെ സുവിശേഷം 16:32. 16:32. പിതാവ് എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ല താനും. ആവർത്തനം 6:4 എന്താ പറഞ്ഞത്? ഞാൻ ഏകൻ. ഇവിടെ എന്താ പറഞ്ഞത്? ഞാൻ. ഇതെങ്ങനെ ശരിയാവും? മനസ്സിലായോ? ഒരു പ്രോബ്ലം ഉണ്ടോ? ഒരു പ്രോബ്ലം ഉണ്ടോന്ന് ഉണ്ടല്ലേ? അപ്പോൾ അതെങ്ങനെ ശരിയാകുന്നേ? ഇത് വലിയൊരു വിഷയമാണ് അല്ലേ? ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യണം? ഇങ്ങനൊരു വിഷയം വരുമ്പോൾ എന്താ ചെയ്യണ്ടേ? ഇവിടെ പറയുന്നത് ഞാൻ ഏകനല്ല. 2 വാക്യം അതിനാ തന്നെ. ചില പറയാം ഒരു വാക്യം വെച്ചാണോ തെളിയിക്കുന്നത്. ഇത് 2 വാക്യം. ഞാൻ ഏകനല്ല. കാരണം എന്താ? പിതാവിനോട് ഉള്ളതുകൊണ്ട്. ഇനി യോഹന്നാൻ 14 വരുമ്പോൾ വാക്യം തരാം. ഞങ്ങൾ അവനിൽ വസിക്കും. അവിടെ ഏകനെല്ലാം തെളിയുക. ഞങ്ങൾ ബഹുവചനം. അപ്പോൾ ഏതാ ശരിയായി ഇത് എടുക്കണ്ടേ? ബേസിക് ടെസ്റ്റ് ഏതായിരിക്കണം? ബേസിക് ടെസ്റ്റിൽ നിന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങളെ വീക്ഷിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? ഇതൊരു വലിയ വിഷയമാണ്. നമുക്ക് ഇന്ന് ഇത് പഠിച്ചാൽ നമ്മൾ മൊത്തം പഠിക്കും. ആവർത്തനം 6:4. യോഹന്നാൻ്റെ സുവിശേഷം 8:32, 16, 16:32. ഇത്രയും വാക്യങ്ങൾ വെച്ചുള്ള ഒരു തുലനം പഠിച്ചാൽ കാര്യം എളുപ്പമായി. എ കമ്പാരിറ്റീവ് സ്റ്റഡി. അപ്പോൾ രണ്ടും വൈരുദ്ധ്യം പോലെ പ്രഥമ ദൃഷ്ടിയാ തോന്നും. വൈരുദ്ധ്യമല്ല, എന്നാൽ വായനക്കാരന് വൈരുദ്ധ്യം പോലെ തോന്നും. ഉടത്ത് പറയുക ഞാൻ ഏകനാണ്. ഇസ്രായേലേ കേൾക്കാ, യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ. ഇതിൻ്റെ ആൾക്കാർ അതുകൊണ്ട് നമ്മോട് പറയും ഏകൻ 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 എന്ന് 100 വാക്യം തരാം. ത്രിയേകൻ എന്നൊരു വാക്ക് തരാമോ? ചോദിക്കുന്നൊരു ചോദ്യം അല്ലേ? വേറൊരു ചോദ്യമാണ് തൃത്വം എന്നൊരു വാക്ക് തരാമോ? നമ്മളവിടെ കിടന്ന് വിഷമിക്കേണ്ട കാര്യം ഇല്ലെന്ന് പറയണം. അങ്ങനെ വാക്യമൊന്നുമില്ല. എന്നെ സംശയിക്കുന്നേ. തിരിച്ചൊരു കാര്യമുണ്ട്. ഞാൻ ചില വാക്കുകൾ പറയാൻ പോകും, അതൊക്കെ തരേണ്ടി വരും. തിരുവത്താഴം വാക്കില്ല. സർവവ്യാപി ഒരു വാക്കില്ല. ബൈബിളെന്നൊരു വാക്ക് ബൈബിളിലില്ല. അത് പിന്നെ ചേർത്താണ്. 1382 ജോൺ വിക്ലിഫ് ചേർത്ത പദമാണത്, ബൈബിൾ എന്നുള്ള പദം. അപ്പോൾ ബൈബിളില്ലാത്ത ഒത്തിരി പദങ്ങളുണ്ട് ഇതുപോലെ നിത്യ അനുദിന ഉപയോഗത്തിലുണ്ട്. അപ്പോൾ തൃത്വം എന്ന പദമല്ല, ആ ഉള്ളടക്കമാണ് ബൈബിളിലുള്ളത്. തൃത്വം എന്ന പദം ഉണ്ടോ വെച്ചാൽ ഇല്ലെന്ന് തുറന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. തൃത്വം എന്നത് തിയോളജിക്കൽ ടേമാണ്. ഒരു ഫ്രെയിമിനുള്ളിൽ ഒരു വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു പറ്റുന്നതിൻ്റെ ചുരുക്കെഴുത്ത. എന്താ തൃത്വം? പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. അത് ബൈബിളിലുണ്ട്. അതിനെ ചുരുക്കി പറയുന്നതാണ് തൃത്വം. മനസ്സിലായോ? നിയമസഭയിൽ നിന്ന് ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു MLA, ഭരണകക്ഷി MLA തന്നെ ഇറങ്ങിപ്പോയി. നമ്മുടെ ആ പഴയ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സാറ് കഴിക്കുന്ന കാലത്താണ്. ബാലറാമാണ് ഇറങ്ങിപ്പോയത്. ഇറങ്ങിപ്പോയപ്പോൾ VS പറഞ്ഞു, സാർ ഇതേ നിങ്ങളുടെ ആൾ തന്നെ ബഹിഷ്കരിച്ചു, വോക്കൗട്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഭരണകക്ഷി നിന്ന് ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞു, അത് ബഹിഷ്കരിച്ചല്ല സാർ, അദ്ദേഹം പുറത്തേക്ക് പോയതാണ്, വോക്കൗട്ട് ചെയ്തല്ലെന്ന് പറഞ്ഞു. അപ്പോൾ VS പറഞ്ഞു, സാർ അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് സാർ വോക്കൗട്ട്. സഭ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങിപ്പോകുന്നതിന് പറയുന്ന പേര് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് വോക്കൗട്ട് എന്ന് പറഞ്ഞ പോലെ ഈ പദത്തിൽ കിടന്ന് ഉരുളരുത്. കാരണം അത് ചിലർക്ക് വലിയ സന്തോഷമാണ്. ഇംഗ്ലീഷിൽ ആ പേര് പറഞ്ഞെന്തിനാ? ട്രിനിറ്റി എന്ന് പറയുന്നത് എന്തിനാ? പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. ചുരുക്കി പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ പദം കാണിക്കുക വെച്ചാൽ അങ്ങനെ പദമില്ല. അപ്പോൾ സർവശക്തന സർവ്വവ്യാപി എന്നൊരു പദമില്ല ബൈബിളിൽ. പക്ഷേ സർവ്വവ്യാപി ഉണ്ട്. എന്താ? നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്. പാതാളത്തിൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെ ഉണ്ട്. ഉഷസിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെ നിൻ്റെ കരം. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ വിണ്ണാകാരമായിരുന്നപ്പോൾ നിൻ്റെ കണ്ണെന്നെ കണ്ടു. അല്ലേ? നമുക്ക് വലിയ സന്തോഷം പകരുന്ന വാക്യങ്ങളല്ലേ? ഇത് സർവ്വവ്യാപിയല്ലേ? സർവ്വവ്യാപിയുടെ വാക്യമാണ് ഇത്. പക്ഷേ സർവ്വവ്യാപി എന്ന് എഴുതിയിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ സർവ്വവ്യാപി എന്നില്ല, തിരുവത്താഴമൊന്നുമില്ല. പിന്നെ ഉൾപ്രാവണമെന്നൊരു വാക്കില്ല, പ്രധാനപ്പെട്ട ഒരു വാക്കാണ് റാപ്ചർ. ഉൾപ്രാവണമെന്നില്ല. അപ്പോൾ ബൈബിളില്ലാത്ത ഒത്തിരി പദങ്ങളുണ്ട്. ട്രിനിറ്റി എന്നുള്ള പദം ബൈബിളില്ല, സംശയം വേണ്ട. ഇല്ലാത്ത പദം നമ്മളായിട്ട് ഉണ്ടാക്കേണ്ട, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഒരു തത്വം പറയുമ്പോൾ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഉണ്ടായ പദമാണ്. അത് ഇരിക്കുന്ന സാങ്കേതികമാണ്. അപ്പോൾ ഇത് ഗ്രഹിക്കാൻ നമുക്ക് ബേസിക്കലി പോകേണ്ട ഒരു ഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 8:16, 16:32. ഈ വാക്യം ഓർത്തിരിക്കാൻ എളുപ്പമാണ്. കാരണം എന്താ? 8:16, 16:32 ഇരട്ടിയല്ലേ?
ഓർത്തിരിക്കാൻ എളുപ്പവഴി. 8:16, 16:32 പറയുക, ഞാൻ ഏകനല്ല. വെറുതെ പറഞ്ഞല്ല, പിതാവിനോടുകൂടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഏകനല്ല. വായിച്ചേട്ടാ, പിതാവ് എന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ലതാനും. കർശനമായിട്ട് യേശു പറയുക. അപ്പോൾ ഏകസത്യതയുമായി യേശുവിനെ കാണുന്ന ആളുകൾ, യേശുവാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പിതാവിനോടുള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല താനും. ഇതിന് മറുപടിയായിട്ട് ചെല്ലു പറയുന്നത്, ഞാനും പിതാവും ഒന്നാകുന്നു. ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു നല്ല മറുപടി ഉണ്ട്. കർത്താവ് തന്നെ അറിഞ്ഞ് ഇങ്ങനെയുള്ള ആളുകൾ വരുമെന്ന് പറയുന്നത് കർത്താവ് എന്നൊക്കെ പറഞ്ഞതിന് മറുപടി ഉണ്ട് 17-ാം അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷം. പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകേണ്ടതിന്. നമ്മളെ നോക്കിയിട്ട്, ഈശന്മാരെ നോക്കിയിട്ട്. അപ്പോൾ നമ്മളും കർത്താവും എല്ലാം കൂടെ ഒരാളേ ഉള്ളോ? ആണോ? അല്ല. മനസ്സിലായോ നിങ്ങൾക്ക്? അത് ബൈബിൾ വായിച്ചാൽ മതി, ഇതിൻ്റെ ഉള്ളിൽ ഉത്തരം കിടക്കുക അവിടെ. അപ്പോൾ തൃത്വം ശരിക്ക് പഠിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഇന്ന് തന്നെ പോയിട്ട് അടുത്ത വർഷം വരുന്നതിന് മുമ്പ് യോഹന്നാന്റെ സുവിശേഷം 14 മുതൽ തുടങ്ങണം, 20 വരെ നിർത്താതെ അങ്ങ് വായിക്കണം. എത്ര ആവർത്തി വായിക്കാമോ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പുസ്തകം വായിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. അവിടെ പറയുന്നുണ്ട് പിതാവാര, പുത്രനാര, പരിശുദ്ധാത്മാവാര. കേട്ടാട്ടെ, ഞാൻ പോയ ശേഷം സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ, ആർട്ടുകൾ മാറി മറ്റൊരു കാര്യസ്ഥനെ പിതാവ് അയച്ചു തരും. ഞാനൊന്നും സ്വയമേ പറയുന്നതല്ല, പിതാവ് തന്നിട്ട് പറയുന്ന. ഞാനിവിടെ ചോദിക്കുന്ന ചോദ്യം, ഈ സ്വയമേ പറയാത്ത പുത്രനും ഇത് കൊടുത്ത പിതാവും എങ്ങനെ ഒരാളാവും? മനസ്സിലായോ? ഞങ്ങൾ ഈ ചർച്ച ഇങ്ങനെ മുറുകുമ്പം ഒരു പാർട്ടി എനിക്കൊരു പടം വരച്ച് അയച്ചു തന്നു. വണ്ണസുകാരുടെ യേശു ഗെത്സമനയിൽ പ്രാർത്ഥിക്കുന്നത് ഈ വിധമാണ്: പിതാവേ, ഇത് ഞാനാ എന്ന് വെച്ചാൽ നീ. മനസ്സിലായോ? പിതാവേ, ഇത് ഞാനാ എന്ന് വെച്ചാൽ നീ. 2ാം ഘട്ടം എഴുതിയിരിക്കുകയാണ്: പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, പക്ഷേ എൻ്റെ ഇഷ്ടം. സത്യം പറഞ്ഞാൽ എത്രമാത്രം അബദ്ധ ജഡിലമാണ് ഈ പറയുന്നത്. പിതാവ് തന്നെയാണ് പുത്രൻ. പിതാവ് തന്നെയാണോ പുത്രൻ? അല്ല. അതിന് കാരണമുണ്ട്, അങ്ങോട്ടൊക്കെ വരാം. അതിനുമ്പ് ഈ വിഷയം ഒന്ന് തീർത്ത് നമുക്കങ്ങോട്ട് പോകണം. സന്തോഷമാണോ? അപ്പോൾ നമുക്ക് ഈ 2 വാക്യം ഒന്ന് മനപ്പാടം ചിന്തിച്ചാട്ടെ. എന്താ 8:32? 8:16 ഞാൻ ഏകനല്ല, 16:32 ഞാൻ ഏകനല്ല. അപ്പോൾ പിന്നെ ദൈവം ഏകൻ എന്ന് പറയുന്നു. റബിയോട് കർത്താവ് പറയുമ്പോൾ മുഖ്യ കൽപ്പന ഏതാ? നിൻ്റെ കർത്താവ് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടൊക്കെ ആരാധിക്കണം. ദൈവ ഏകൻ. പുതിയതിലും കിടക്കുക ദൈവമോ ഒരുവൻ. അതെങ്ങനെ പൊരുത്തപ്പെടും? അതെങ്ങനെയാണ് യോജിച്ചു പോകുന്നത്? കോൺട്രഡിക്റ്ററി ആവുമോ? ഇല്ല. ഒരിക്കലും കോൺട്രഡിക്റ്ററി ആകാത്തത് ട്രിനിറ്റേറിയന്മാർക്കാണ്. മറ്റുള്ളവർക്ക് കോൺട്രഡിക്റ്ററി ആകും. അങ്ങോട്ട് പോകാൻ പോകും. എങ്ങനെ അത്? ദൈവം ട്രിനിറ്റേറിയൻ വീക്ഷണത്തിൽ ബഹുത്വമുള്ള ഏകത്വമാണ്. എന്താ ബഹുത്വമുള്ള ഏകത്വം? പറയാം. അപ്പോൾ ഒന്നാകെ കൊണ്ട് പലരായ നമ്മൾ ക്രിസ്തുവിൽ ഒന്നാകുമല്ലോ. അതൊരൊന്നല്ലേ? പലരും ഇരുന്ന് ഒന്നുണ്ടോ? മനസ്സിലായില്ല. ഒന്നിലധികം പേര് കൂടുന്ന ഒന്നുണ്ടോയെന്നാണ് എൻ്റെ ചോദ്യം. വരത്തില്ലേ? ഒരു ക്ലാസ്, ഒരു യോഗം, ഒരു ഗ്രൂപ്പ്, ഒരു പാർട്ടി, ഒന്നെന്നുള്ളതിന് പല ഏകമില്ലേ? മനസ്സിലായോ? ബഹുത്വമുള്ള ഏകത്വം. ബഹുത്വമുള്ള ഏകത്വമാണ് ട്രിനിറ്റി പറയുന്ന ഏകത്വം. ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്ന് പറയാൽ അതിനുപയോഗിക്കുന്ന ബഹുത്വമുള്ള ഏകത്വമാണ് അബ്സല്യൂട്ട് വൺ അല്ല, കളക്റ്റീവ് വൺ. അത് ഒരു പദം പഠിച്ച് നമുക്ക് മുമ്പോട്ട് പോകണം. മുമ്പേ പറഞ്ഞപ്പോൾ മൂലഭാഷയൊന്നും പ്രധാനം അല്ലെന്ന് പറഞ്ഞാലും ഒരു പദം പഠിച്ചു പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? പ്രയാസമുണ്ടോ? ഞാനിവിടെ പറയും, ഇതൊന്നും വലിയ കാര്യമല്ല. ഒരു പഠിക്കാൻ മനസ്സുള്ള ഒരാളിനെ 4-5 ദിവസം കൊണ്ട് പഠിക്കാനുള്ളേ ഉള്ളൂ ഹീബ്രു. ഇത് വായിച്ചാൽ എളുപ്പമാണ്, താരതമ്യേനായിട്ട് എളുപ്പമുള്ളൊരു ഭാഷയാണ് ഹീബ്രു. ഞാൻ അറബി അത്യാവശ്യം എല്ലാം സെൽഫ് സ്റ്റഡിയാണ്, അറബി സെൽഫ് സ്റ്റഡിയാണ്, ഇത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ കട്ടിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പോലെ ഒരു സങ്കീർണമായ വ്യാകരണമൊന്നുമില്ല, നിസ്സാര വ്യാകരണം. എന്താ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് പാസ്റ്റ് ടെൻസ് ഉണ്ട്, പ്രസൻറ്റ് ടെൻസ് ഉണ്ട്, ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്, അല്ലേ? അപ്പോൾ ഹീബ്രുവിൽ ഇത് ഒരു ടെൻസും ഇല്ല.
പാസ്റ്റ് ടെൻസും ഇല്ല, ഫ്യൂച്ചർ ടെൻസും ഇല്ല, ടെൻസേ ഇല്ല. കേട്ടപ്പോഴേ അത്ഭുതം തോന്നുന്നു. അതെങ്ങനെയാണ് കളി? ടെൻസ് ഇല്ലാതൊരു ഭാഷ ഉണ്ടാകുമോ? വെള്ളം കുടിച്ചു, കൊടുത്തു, വന്നു, പോയി, പോകും, വരും. ഈ ക്രിയയില്ലാതെ എങ്ങനെ? ക്രിയയുണ്ട്. അവർക്ക് ടെൻസിന് പകരം കൺസെപ്റ്റുകളാണ്. 2 കൺസെപ്റ്റ്. പെർഫെക്റ്റ് ടെൻസ് എന്നും ഇംപെർഫെക്റ്റ് ടെൻസ് എന്നും വേണമെങ്കിൽ പറയാം. നമ്മുടെ ഭൂതകാലമല്ല, അവർക്ക് പെർഫെക്റ്റ് ടെൻസാണ്. ഞാൻ പഠിച്ചു, പെർഫെക്റ്റ് ടെൻസ്. ഞാൻ പഠിക്കും എന്ന് പറഞ്ഞാൽ യഹൂദം വിശ്വസിക്കില്ല, പഠിക്കാതെ. ഇംപെർഫെക്റ്റാണ്. മനസ്സിലായോ? നമ്മുടെ ഭാവി കാലമല്ല, ഇംപെർഫെക്റ്റ് ആക്കും. ഭൂതവും പ്രസൻറ്റും ഇപ്പുറത്തും ആക്കും. അത് രസകരമാണ് പഠിക്കാൻ. ചെറിയ, വളരെ എളുപ്പം. പദങ്ങളെല്ലാം കുറവ്. ആകെ 10,000 വാക്കേ ഉള്ളൂ. 10,000 വാക്ക്. ഇംഗ്ലീഷിൽ 7 ലക്ഷത്തിൽ പരം വാക്കാണ്. മനസ്സിലായില്ലേ? 7 ലക്ഷത്തിൽ പരം വാക്ക്. അതാണ് നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞ സായിപ്പിന് മനസ്സിലാകത്ത്. നമ്മുടെ ഇംഗ്ലീഷ് കേട്ടാൽ അവൻ പറയും നല്ല സാമ്യമുണ്ടല്ലോ എൻ്റെ ഭാഷയായിട്ട്. ഇത് ഏത് ഭാഷയാണ്? നമ്മൾ ആക്റ്റീവ് വോയിസ് വേണോ പാസീവ് വോയിസ് വേണോ അല്ലെങ്കിൽ ഹാവ് ആണോ ഹാസ് ആണോ എന്ന് ഓർത്ത് വരുമ്പോഴേക്ക് അവൻ്റെ നേരം പോകും. അതാ കാര്യം. നമുക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലാത്തതല്ല, ഇതാ പ്രശ്നം. അപ്പോൾ പോട്ടെ. അപ്പോൾ നമുക്ക് ഒരു പദം ഒന്ന് പഠിച്ചു പോവാം. ആവർത്തനം 6:4 വരിക. വായിച്ചോളൂ. ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. അവിടെ ഒരു കാര്യം നോട്ട് എഴുതുന്ന ഒരു കാര്യം ചെയ്തു. ഒരു നിയമം പറയാൻ പോവാം. ഒരു ഭാഷാ നിയമം പറയാം. കാരണം ജൂതൻ്റെ കാര്യമല്ലേ, അപ്പോൾ നിയമം പറയണം. അവനൊരിക്കലും ദൈവത്തെ യഹോവ എന്ന് വിളിക്കുകയില്ല. എൻ്റെ കാരണം എന്താ? നിൻ്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥ എടുക്കരുത്. പേടി. ദൈവത്തിൻ്റെ പേരെന്തറിയോ? യാഹുവേ. യാഹുവേ. അവൻ വൃഥ എടുക്കുകയില്ല. യാഹുവേ എന്ന് പറയേണ്ട ഇടത്ത് അവൻ അല്പം കട്ടി കുറഞ്ഞൊരു പദം കൊണ്ടത് പൂരിപ്പിക്കും. അതാണ് അദോനായി. എങ്ങനെയാ? അദോനായി. നമ്മൾ ഈ അഡോണായി എന്നാണ് പറയുന്നത്. അത് ഇംഗ്ലീഷ് വൽക്കരണമാണ്, പ്രൊനൗൺസിയേഷൻ തെറ്റാണ്. പിന്നെ എങ്ങനെ പറയണം? അദോനായി. ജൂതന് ഉപയോഗിക്കുന്ന പ്രൊനൗൺസിയേഷനായി പറഞ്ഞു. ഓക്കെ, നോ അഡോനായി. എങ്ങനെ പറയേണ്ടത്? അദോനായി. അപ്പോൾ അദോനായി എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവ്. ഈ പദം കുട്ടിക്ക് അപ്പനെ വിളിക്കാം, വിദ്യാർത്ഥിക്ക് മാഷിനെ വിളിക്കാം, ദാസൻ യജമാനനെ വിളിക്കാം, ഭാര്യയ്ക്ക് ഭർത്താവിനെ വിളിക്കാം. എങ്ങനെ? അതൊന്നായി. ഇന്ന് പോലെ അങ്ങനെ വിളിച്ചു തുടങ്ങണ്ട. ദൂത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. പണ്ടെങ്ങനെ വിളിച്ചോ അതുപോലെ വിളിച്ചോണം. അതൊന്നായി. സാറ യജമാനനെ എന്ന് വിളിച്ചു. വായിച്ചിട്ടില്ലേ? എങ്ങനെ വിളിച്ചേ? അതൊനായി. ഭക്തി നിമിത്തം. അവ കേട്ടിട്ട് ഇതൊരു പ്രശ്നമുള്ള വാക്കും. ഇങ്ങനെ വിളിക്കുമ്പോൾ 1-2 തലമുറ കഴിയുമ്പോഴേക്ക് ആളുകൾ ചിന്തിക്കും, ഈ പുള്ളി വിളിച്ച ആരെയാ? ഈ പുള്ളി അപ്പനെയാണോ വിളിച്ചത്, ദൈവത്തെയാണോ വിളിച്ചത്, ഭർത്താവിനെയാണോ വിളിച്ചത്, സാറിനെയാണോ വിളിച്ചത് എന്നൊരു സംശയം വരികയില്ല. ഇങ്ങനെ വന്നാ വരുമോ? ഇത് വരാതിരിക്കാണ്ടിരിക്കൊണ്ട് എഴുതിയാൽ ദൈവത്തിൻ്റെ കാര്യമാണെങ്കിൽ യാഹുവേ എന്നേ എഴുതൂ. അത് പറയേണ്ടി വന്നാൽ ആയുസ് ചത്താൽ പോലും അവൻ യാഹുവേ എന്ന് പറയില്ല, അദോനായി എന്നേ പറയൂ. നിയമം മനസ്സിലായോ? എന്താ മനസ്സിലാക്കാതിരിക്കുന്നത്? അവൻ യഹോവ എന്ന് എഴുതും, പക്ഷേ യഹോവ എന്ന് പറയില്ല. എങ്ങനെ പറയും? എങ്ങനെ പറയും? അദോനായി. അപ്പം മനസ്സിലായോ? അതിന് പറയേണ്ട ഒരു നിയമം 2 ഒന്ന് കെത്തീബ്. കെത്തീബ് എന്ന് പറഞ്ഞാൽ എഴുതേണ്ടത്. കിതാബ് എന്ന് പറയല്ലോ, അതൊക്കെ ഇതിന്നുണ്ടായത്. എഴുതേണ്ടത്. 2 വായിക്കേണ്ടത്. എഴുതേണ്ടത് എന്ന് പറയുന്ന പേരാണ് കെത്തീബ്. വായിക്കേണ്ടത് അതിന് പറയുന്ന പേരാണ് കിരേ. QUERE. കിരേ. ഇതിൽ നിന്ന് ഖുറാൻ എന്ന പദമൊക്കെ ഉണ്ടാകുന്നത്. എന്താ ഖുറാൻ്റെ അർത്ഥം? വായിക്കേണ്ടത്, വായിക്കുക. ഇതതിൻ്റെ അർത്ഥമുള്ളൂ. കെത്തീബ് ആൻഡ് കിരേ. ഹീബ്രു ഭാഷയിലെ ഉച്ചാരണത്തിൻ്റെ ഒരു നിയമം പറഞ്ഞു. അപ്പോൾ ഈ ആവർത്തനം 6:4 നമ്മളൊന്ന് വരാൻ പോകുന്നു. ഈ 2 നിയമം പാലിച്ചു വേണം മുമ്പോട്ട് പോകാൻ. ശ്രദ്ധിച്ചാട്ടെ. നിയമം മനസ്സിലായോ? മനസ്സിലായി? ആവർത്തനം 6:4. മക്കളെ ഒന്നുകൂടെ വായിച്ചോ.
ഇസ്രായേലേ കേൾക്ക, ആ. യഹോവ നമ്മുടെ ദൈവമാകുന്നു, ആ യഹോവ ഏകൻ തന്നെ. അവിടെ നിൽക്ക്. ഇത് ഹീബ്രുവിൽ നമുക്കൊന്ന് പഠിച്ചു പോവാം. ഒരു രസകരമാണ്. ഒരു വാക്യം ഹീബ്രുവിൽ ഇരിക്കട്ടെ, നല്ലതല്ലേ? അപ്പോൾ ഒന്നാമത്തെ ലൈനിൽ എഴുതിക്കൂ, SHEMA, ക്ഷേമ. ക്ഷേമ ഇസ്രയേൽ, ആ ലൈനിൽ തന്നെ. രണ്ടാം ലൈനിൽ എഴുതിക്കൂ, യാഹ്വേ എലോഹിനു, യാഹ്വേ എലോഹിനു. യാഹ്വയുടെ സ്പെല്ലിംഗ് YHWH എന്നാണ്. യാഹ്വേ എലോഹിനു, എലോഹിനു. മൂന്നാമത്തെ ലൈനിൽ യാഹ്വേ എഹാദ്, എഹാദിൻ്റെ സ്പെല്ലിംഗ് ECHAD. അത് എച്ചാഡ് എന്ന് പ്രൊണൗൺസ് ചെയ്യുന്നവരുണ്ട്, തെറ്റാണ്. എച്ചാഡ് എന്ന് പ്രൊണൗൺസ് ചെയ്യുന്നവരോട് പറയാം, അത് WRONG. എങ്ങനെ വായിക്കണം? വറങ്. ദാറ്റ് ഈസ് ഉട്ടർലി വറങ്, വറങ് എന്ന് എഴുതാൻ പറഞ്ഞു. എച്ചാഡല്ല, പിന്നെ എങ്ങനെ? എക്ഹാദ്, എക്ഹാദ്. ഹായ്ക്ക് ഹാഡൻ്റ് ആകും, ഒരു ഇടിപ്പ് കൂടും, ഒരു പഞ്ച്. എഹാദ്, എഹാദ്. മലയാളത്തിലൊന്നും അങ്ങനെ അക്ഷരം ഇല്ലാത്തതുകൊണ്ടാണ്. ഹ ഇഹ ഇങ്ങനെ ഇല്ലല്ലോ. എഹാദ്, എഹാദെന്ന് ചുമ്മാ പറയില്ലേ, എഹാദ്. മൂന്ന് ലൈനിൽ എങ്ങനെ എഴുതിരുന്നറിയോ? പഠിക്കാൻ എളുപ്പത്തിനാണ്. ഇതിനകത്ത് എളുപ്പമല്ലേ? നമുക്കറിയാവുന്ന പദങ്ങ. യാഹ്വേ എന്നറിയാം, ഇസ്രായേൽ എന്നറിയാം. എലോഹി അറിയത്തില്ലേ? എലോഹി എന്നെ ഓർക്കുക എന്ന് പാടുകയല്ലേ? ആ കുഴിതൊടൊന്ന് ഓർത്താൽ മതി. യാഹ്വേ എലോഹീനു അങ്ങനെ ഉണ്ട്. അത് പറഞ്ഞുതരാം, ഒന്ന് ശ്രദ്ധിച്ചേ. ഇപ്പം മൂന്നും പഠിച്ചോ? ഒന്ന് നോക്കി. ഇത് മനപ്പാടം പറയാൻ കട്സുള്ള എത്ര പേരുണ്ടെന്ന് കാണട്ടെ. റെഡി ആയിരുന്നേ? മക്കൾ ബുക്കും പുസ്തകമൊന്നും ഇല്ലാതാണോ വന്നേ? ശ്രദ്ധിച്ചേ, ഇഞ്ഞോ ശ്രദ്ധിച്ചിരി. ഒന്നുകൂടെ പറയാൻ പോവാണ്. ക്ഷേമാ ഇസ്രയേൽ, യാഹ്വേ എലോഹിനു, യാഹ്വേ എഹാദ്. ക്ഷേമാ ഇസ്രയേൽ, യാഹ്വേ എലോഹിനു, യാഹ്വേ എഹാദ് എന്ന് പറയാൻ നോക്കിയേ. ക്ഷേമാ ഇസ്രയേൽ, യാഹ്വേ എലോഹിനു, യാഹ്വേ എഹാദ്. ഈ പറഞ്ഞ പോലെ പറയരുത്, ഇത് മ്യൂസിക്കലാണ്. ഇതെന്തിനാ പറയുന്നത് അറിയണ്ടേ? ഈ പ്രയോഗത്തിന് തന്നെ ഒരു പേര് പറയും, ക്ഷേമ. ക്ഷേമ മീൻസ് ഹിയറോ ഇസ്രയേൽ, ഇസ്രയേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. കേട്ടല്ലോ? മനസ്സിലായോ? ഇത് പിറന്നു വീഴുന്ന കുഞ്ഞിൻ്റെ കാതിലും യുഗത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും ജൂതൻ പരിശുദ്ധിയോട് ഉപയോഗിക്കുന്ന ജൂതവിശ്വാസത്തിൻ്റെ ആധാരശിലയാണ് ആവർത്തനം 6:4 ക്ഷേമ പ്രഖ്യാപനം. ഓക്കെ, ഇതിൻ്റെ പേരെന്താ? മഹാപാപപരിഹാര യാഗമില്ലേ, ഗ്രേറ്റ് ഡേ ആഫ്റ്റർ ദ ഗ്രേറ്റ് ഡേ ഓഫ് അറ്റോണമെൻറ്റ്. അറ്റോണമെൻറ്റിൻ്റെ മഹാദിവസം ഉണ്ടല്ലോ, ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറഞ്ഞില്ലേ, ദാഹിക്കുന്നവന് ഇങ്ങോട്ട് പോകാം. ആ പറയുന്ന സമയത്ത് അപ്പുറത്ത് മുടങ്ങി കേൾക്കുന്നൊരു കാര്യമുണ്ട്. എന്നതാ? ക്ഷേമാ ഇസ്രയേൽ, യാഹ്വേ എലോഹിനു, യാഹ്വേ എഹാദ്. പക്ഷേ ഇങ്ങനെയാണ് പറയേണ്ടതെങ്കിലും അവർ പറയുന്നത് ക്ഷേമാ ഇസ്രയേൽ, അദോനായി എലോഹിനു, അദോനായി എഹാദ്. കാരണം മനസ്സിലായല്ലോ? കാരണം മനസ്സിലായോ? ഖെത്തീവ് ആൻഡ് കിരേ. മനസ്സിലായോ? എഴുതേണ്ടതുപോലെ വായിക്കരുത്, വായിക്കേണ്ട പോലെ എഴുതരുത്. മനസ്സിലായോ? ക്ഷേമാ ഇസ്രയേൽ, യാഹ്വേ എലോഹിനു, യാഹ്വേ എഹാദ്. ഇതാണ് കറക്റ്റ് ഉച്ചാരണം. പക്ഷേ യഹൂദൻ ഇന്നും പറയുന്നത് എങ്ങനെ? ക്ഷേമാ ഇസ്രയേൽ, അദോനായി എലോഹിനു, അദോനായി എഹാദ്. ഇങ്ങനെയാണ് പറയുന്നത്, പാട്ട് പോലിരിക്കും. ഇതിനെ അനുകരിച്ചാണ് മുസ്ലിങ്ങൾ വാങ്കുവിളിക്കുന്നത്. എന്താ വാങ്കുവിളിയുടെ അർത്ഥം? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അത് ഞാൻ അധികം പ്രശ്നം ഉണ്ടാക്കുന്നില്ല, പോട്ടെ. അള്ളാഹു ഏകനാകുന്നു, അള്ളാഹു ശ്രേഷ്ഠനാകുന്നു, അള്ളാഹുവിനെ ആരാധിക്കാൻ ഈ മന്ദിരത്തിലേക്ക് വരിക. ഒരു സഹോദരന്മാരായുണ്ട് ഈ ഭാഷ ഇങ്ങനെ. മനസ്സിലായോ? സഹോദര ഭാഷയാണ്. നമ്മുടെ തമിഴും മലയാളവും പോലുള്ള ബന്ധമുണ്ട്, ഹീബ്രുവും. ഇതും തന്നെ ഇങ്ങോട്ട് എഴുതുന്ന, പോട്ടെ. അപ്പോൾ ഞാനിത് ഒരു ബൈബിളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത്യാവശ്യക്കാർക്ക്. ഇത് ബിബ്ലിയ ഹെബ്രായിക്ക എന്ന് പറയും, ആധികാരികമായ ഹീബ്രു ആണ്. എൻ്റെ പ്രോബ്ലം ഇത്രേ ഉള്ളൂ, ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങണം. നമുക്ക് ഇങ്ങോട്ടാണ് തുടങ്ങുന്നത്. ഇടത്തോട്ടുള്ള പണി അറിയാവുന്നവർക്ക് ഇതുകൊണ്ട് കാര്യമുള്ളൂ, അതാണ് കാര്യം. ഞാനിത് അധികം തുറന്ന് കാണിക്കാൻ നിങ്ങൾ പറയും, പാസ്റ്റർ ഇടത്തോട്ടുള്ള പണി ഇവിടെ വന്ന് ചെയ്തു എന്ന് പറയും. അപ്പോൾ സൂക്ഷിച്ചോ, ശ്രദ്ധിച്ചോ. നമുക്കിനി അടുത്ത വിഷയത്തിലേക്ക് പോവാം. ഇത് പഠിച്ചോ?
ഇവിടെ ഒരു വലിയ മർമ്മം കിടക്കുക. ഷേമ ഇസ്രയേൽ യാഹ്വേ എലോഹിനു യാഹ്വേ എഹാദ്. ഇതിൽ ഒരു പദം കണ്ടു, ഒന്ന് എന്ന് പറയാൻ ഉപയോഗിച്ചൊരു പദം കണ്ടു, എഹാദ്. ഈ എഹാദ് എന്ന പദം ഉപയോഗിച്ച പ്രധാനപ്പെട്ടൊരു സ്ഥലമുണ്ട്. ചോദിച്ചേട്ടെ, ഇതു നിമിത്തം പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമാകും, ഇരുവരും എഹാദാകും, ഒന്നാകും. എഹാദിൻ്റെ അർത്ഥം പിടിയിട്ടോ? ഇരുവർ ചേർന്ന ഒന്ന്, ബഹുത്വമുള്ള ഏകത്വം, അബ്സല്യൂട്ട് വണ്ണല്ല. കോമ്പൗണ്ട് പ്ലൂറാലിറ്റിയാണ്, അബ്സല്യൂട്ട് സിംഗുലാരിറ്റി അല്ല. അർത്ഥം മനസ്സിലായപ്പോൾ പറഞ്ഞേ? പിടിയോ? ദിസ് ഈസ് നോട്ട് അബ്സല്യൂട്ട് സിംഗുലാരിറ്റി, ഇറ്റ് ഈസ് കോമ്പൗണ്ട് പ്ലൂറാലിറ്റി ഇൻ ഹീബ്രു. അപ്പോൾ അതൊന്ന് ഞാൻ വിശദീകരിച്ച് തരാം. ഒന്നുണ്ട് വാക്യം വായിച്ച്. ജനസിസ് അല്ല എക്സോഡസ് 26:6 വായിച്ചാട്ടെ. വേറുള്ള അശയ 6:8. ആദ്യം വായിച്ചേ എക്സോഡസ് 26:6. പൊന്നുകൊണ്ട് 50 കൊളുത്തും ഉണ്ടാക്കേണം, തിരുനിവാസം ഒന്നായിരിക്കാൻ തക്കവണ്ണം. 50 കൊളുത്ത് ചേർന്ന് ഒന്ന്, കൂടുതൽ ചേർന്നിട്ട് ഒന്നാവുക. ഉൽപ്പത്തി 34:16. ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്ക് തരികയും നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾ എടുക്കുകയും നിങ്ങളോടുകൂടെ പാർത്ത് ഒരു ജനമായി തീരുകയും ചെയ്യാം. നിങ്ങളും ഞങ്ങളും ചേർന്ന് ഒന്നാകുന്നു, ഒരു ജനമായി പാർക്കും. ബഹുത്വമുള്ള ഏകത്വം എന്തെന്ന് പറയാനായി പറഞ്ഞല്ല. ന്യായാധിപന്മാർ 11:34. ഇത് വേറൊരു കാര്യമാണ്, ഇതോട് ചേർത്ത് എഴുതരുത്. 11:34 വായിച്ചേ. എന്നാൽ ഇഫ്താഹ് മിസ്പായിൽ തൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇതാ അവൻ്റെ മകൾ തപ്പോടും നൃത്തത്തോടും കൂടെ അവനെ എതിരേറ്റു വരുന്നു. അവൾ അവൻ ഏകപുത്രിയായിരുന്നു. അവൾ അവൻ ഏകപുത്രി. അപ്പോൾ എന്തോ ചെയ്യും? ഒന്നിലധികം കൂടുന്ന ഏകപുത്രിയാണോ? ഒരാളല്ല ഉള്ളോ? ഇത് അബ്സല്യൂട്ട് സിംഗുലാരിറ്റി അല്ലേ? അവൻ അവൾ ഏകപുത്രി എന്ന് പറഞ്ഞാൽ ഒത്തിരി പുത്രിമാർ കൂടിയ ഇതാണോ? ഒരാൾ. അങ്ങനെ കുറേ വാക്യം കിടക്കുന്നു. ഇരമ്യ 6:26. ഞാൻ വാക്യം പറഞ്ഞു വിട്ടേക്കാം. ഏകജാതനെ കുറിച്ചുള്ള വിലാപം. ഒരു മോൻ. പറഞ്ഞതും ആദ്യം പറഞ്ഞതും തമ്മിൽ നല്ല വ്യത്യാസമില്ലേ? ആദ്യം പറഞ്ഞില്ല 50 കൊളുത്ത് തീർന്ന് ആളെ കൂടാരോ ഒന്നായി വരേണ്ടതിന്. ഇത് നിമിത്തം പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരി, ഇരുവരും ഒരു ദേഹമാകും. അതിന് വ്യത്യാസമല്ലേ? ഏകപുത്രൻ എന്ന് പറഞ്ഞാൽ, ഏകപുത്രി എന്നൊക്കെ പറഞ്ഞാൽ വ്യത്യാസമല്ലേ? ഇതിനുപയോഗിച്ച എബ്രായ പദം യാക്കീദ് എന്ന് പറയും. യാക്കീദ്, മറ്റേ എഹാദ്. അബ്സല്യൂട്ട് സിംഗുലാരിറ്റിക്ക് യാക്കീദും കോമ്പൗണ്ട് പ്ലൂറാലിറ്റിക്ക് എഹാദും. ഇപ്പം മനസ്സിലായോ? പിടികിട്ടിയോ? വെറും ഒന്നെന്ന് പറയാൻ ഒരു മോനെ എനിക്കുള്ളൂ കേട്ടോ. യാക്കീദ്. കുടുംബം സുഖമായിരിക്കുന്നോ? അത് എഹാദ്. കുടുംബത്തിൽ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, എല്ലാവരും കൂടി ഒരു കുടുംബം. ശരിയാണോ? ബഹുത്വമുള്ള ഏകത്വവും അബ്സല്യൂട്ട് വണ്ണം പിടിയിട്ടോ ഹീബ്രുവിൽ. മനസ്സിലായോ? എഹാദും യാഹീദും. ഇപ്പോൾ എളുപ്പമായില്ലേ കാര്യങ്ങൾ? ഇസ്രായേലേ കേൾക്ക, യഹോവ എഹാദാകുന്നു. ആ എഹാദിനെ യേശു പൂരിപ്പിച്ചു. ഞങ്ങൾ പിതാവ് എന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏകനല്ല. ഏകനാ, പക്ഷെ ഈ ഏകനല്ല. അപ്പോൾ ആരൊക്കെയുണ്ട്? പിതാവ് ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല. പിതാവിനിലുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേരുന്ന ബഹുത്വമുള്ള ഏകത്വമാണ് ട്രിനിറ്റിയുടെ ആധാരം. ഈ ദൈവം എന്നതിന് ഹീബ്രുവിൽ ഉപയോഗിച്ച പദം എലോഹീമാണ്. എലോഹീം സത്യത്തിൽ ബഹുവചനമാണ്. അത് എലോഹിൻ്റെ ബഹുവചനമാണ് എലോഹി. ഏലിൻ്റെ ബഹുവചനമാണ് എലീം. ദെൻ ബഹുവചനമാണെങ്കിലും ദൈവം എന്ന സിംഗിൾ വേർഡിന് ഉപയോഗിച്ചിട്ടുണ്ട്, ദേവന്മാർക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, മോശയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എലോഹി, നീ അവനെ എലോഹിയുമായിരിക്കുന്നു. അപ്പോൾ സിംഗിളായിട്ടും അല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനൊരു കാര്യം മനസ്സിലാക്കണം.
ഈ ഭാഷയിൽ വാക്കുകൾ പരിമിതമാണ്. പറഞ്ഞു തുടങ്ങി 10,000 വാക്കുകൾ. പിൽക്കാല ഭാഷാ പുരോഗതിയിൽ എലോഹീം സ്ഥിരമേകവചനമായി തീർന്നു. എഹാദിനും യാഹീദിനും ഈ ഭാഷാ നിയമങ്ങളെ മറികടന്ന് പിൽക്കാലത്ത് തിരിച്ചും മറിച്ചും ഉപയോഗിച്ച ഘട്ടമുണ്ട്. സ്ട്രിക്റ്റ് നിയമമല്ല ഈ പറഞ്ഞു. മനസ്സിലായോ? അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ പ്രധാന കാരണം ഓർക്കണം. ഈ ഭാഷ ചരിത്രത്തിൽ നിന്ന് തിരോഭവിക്കപ്പെട്ടു. എന്താ കാര്യം? അവർ സ്കാറ്റേഡായി, ചെതറി. പല ഘട്ടമാണ്. ഒരിക്കൽ ഈജിപ്തിൽ പോയി, ഈജിപ്തിൽ നിന്ന് തിരിച്ച് കനാനിൽ വന്നു. ഇവരെ ലിപിയെല്ലാം കനാന്യമാണ്. ഞാനൊരു ലൈവിൽ പറയുന്നുണ്ട്. വീണ്ടും ഇങ്ങനെയൊക്കെ പോയിട്ട് മോശയുടെ കാലത്തിന് ശേഷം നമ്മുടെ 70 വർഷം ബാബിലോണിയ അടിമത്തം. അവിടെ ഇത് ഉപയോഗമില്ല. 70 കൊല്ലം വിദേശത്ത് പാർത്തിട്ട് നമ്മൾ 7 ദിവസം പാർത്താൽ മലയാളം മറക്കില്ലേ? മറന്നുപോകും. 70 കൊല്ലം പാർത്തപ്പോൾ ഇത് ഉപയോഗമില്ല. പക്ഷേ ഉപയോഗം വന്നു. ഏത് കാര്യത്തിനറിയോ? ഈ പുസ്തക വായനയ്ക്ക് വേണ്ടി ഇവരിത് സൂക്ഷിച്ചു വെച്ചു. സൂക്ഷിയുടെ എസ്രാശാസ്ത്രിയുടെ കാലമെത്തിയപ്പോൾ അദ്ദേഹം ക്രോഡീകരിച്ച് നവീകരിച്ച ഭാഷയാണ് ഇന്ന് നമ്മുടെ ഇരിക്കുന്നത്. ഇന്ന് കാണുന്ന വേർഷനുകളിൽ ഇത് തിരിച്ചും മറിച്ചും ഉപയോഗം കൊണ്ട് എഹാദും യാഹീദും വന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഈ ഭാഷാ നിയമങ്ങളും കാര്യങ്ങളും അറിഞ്ഞും കിട്ടേ അത് കാര്യമുള്ളൂ. ആൻഡ് ഇതൊരു സ്ട്രിക്റ്റ് വിഷയമല്ല. ഇതുവഴിയല്ല നമ്മൾ ഇത് നിങ്ങൾക്ക് കൺവിൻസ്ഡ് ആകാനാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് വന്നത്. അതെവിടുന്ന വന്നേ? തുടക്കം ഇടുന്ന യോഹന്നാൻ 8:16, 16:32 ഇതുമായിട്ട് ക്ലബ് ചെയ്തു. ഇതുമായിട്ടാ ക്ഷേമ പ്രഖ്യാപനം. കാരണം ചിലർ ക്ഷേമായി അങ്ങ് തുടങ്ങിയിട്ട് പറയും ദൈവ ഏകനാണെന്താ എഴുതിയിരിക്കുന്നു. ഇസ്രായേലി മുഖ്യ കൽപ്പന ദൈവേകനാണ്. നമ്മൾ ദൈവ ഏകനല്ലെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ദൈവ ഏകനാണ്. പക്ഷേ ദൈവത്തെക്കുറിച്ചുള്ള പഴയ നിയമ മനുഷ്യൻ്റെ അറിവിൻ്റെ പരിമിതി പറയുകയാണ്. അത് ഭാഗിക വെളിപ്പാടാണ്. പുത്രനാണ് അന്ത്യകാലത്ത് വെളിപ്പെടുത്തിയത് തൻ്റെ പിതാവിനെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച്. അതുവരെ അതില്ല. ചുരുക്കത്തിൽ നമുക്ക് ട്രിനിറ്റി എന്ന ഐഡിയ ആദ്യം ബോധ്യപ്പെടുത്തി തന്നത് പുത്രനായ കർത്താവാണ്. നമ്മൾ മുമ്പ് ഒരു വലിയ വിഷയം ഇടയ്ക്കിട്ടിട്ടാണ് പോകുന്നത്. പിതാവ് ഒരാൾ, പുത്രനൊരാൾ, പരിശുദ്ധാത്മാവ് ഒരാൾ. സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, ഇതെല്ലാം പിതാവിനുണ്ട്, ഇതെല്ലാം പുത്രനുണ്ട്, ഇതെല്ലാം പരിശുദ്ധാത്മാവിനുണ്ട്. അപ്പോൾ എത്ര പേരുണ്ട്? 3. അപ്പോൾ 3 ദൈവമുണ്ടോ? ഈ ചോദ്യം ന്യായമാണ്. 3 ദൈവമുണ്ടോ? അപ്പോൾ അതെങ്ങനെ ശരിയാവും? ന്യായമായ ചോദ്യമല്ലേ? അപ്പോഴാ പലരും ഉദാഹരണം പറഞ്ഞു നോക്കി ഇങ്ങനെ വിഷമിക്കുന്നത്. അതിന് ഉദാഹരണം ആവശ്യമില്ല. ഒരു ദൈവം, ഒറ്റ ദൈവം, അത് ബഹുത്വമുള്ള ഏകനാണ്. പക്ഷെങ്കിൽ അതെന്നാലും മനസ്സിലാക്കാം. സാരാംശത്തിൽ അവരങ്ങനെ ഏകരായിരിക്കുന്നത്. ഞാൻ ആ പ്രോബ്ലമോ അരിത്തമാറ്റിക്സ് ഇപ്പോൾ പരിഹരിക്കുന്നത്. ഒരു നല്ല ഇടത്തേക്ക് നമുക്ക് പോകാം. സമാഗമന കൂടാരം. ദൈവത്തിൻ്റെ സമാഗമന കൂടാരത്തിൽ അതിപരിശുദ്ധ സ്ഥലത്തിറങ്ങുന്ന ദൈവത്തിൻ്റെ തേജസ്സുണ്ട്, ഷെക്കേന. ഈ വിശുദ്ധ സ്ഥലത്ത് കൊളുത്തി വച്ചിരിക്കുന്ന വിളക്കുണ്ട്. വിശുദ്ധ സ്ഥലത്ത് കൊളുത്തിയ വിളക്കിൽ നിന്ന് വരുന്നത് വെളിച്ചമാണ്. ഷെക്കേന തരുന്നത് വെളിച്ചമാണ്. ഈ വെളിച്ചത്തെയും ആ വെളിച്ചത്തെയും തമ്മിൽ മറയ്ക്കുന്ന ഒരു മറയുണ്ട്. ആ മറ യേശുവിൻ്റെ മരണത്തിലാണ് മാറിയത്, അല്ലേ? ഈ മറ മാറുമ്പോൾ ഈ വെളിച്ചവും ആ വെളിച്ചവും ചേർന്നിട്ട് 2 വെളിച്ചമാകണോ 1 വെളിച്ചമാകണോ? അതായത് ഒന്നുകൂടി പറഞ്ഞാൽ ഗോഡ് ഈസ് ഇൻഫൈനൈറ്റ്. ഗോഡ് ഇൻഫൈനൈറ്റാണ്. എന്താ അതിന് മലയാളം പറയുന്നത്? ചിലതിന് മലയാളം പാട്, അല്ലേ? ദൈവം അപരിമിതനോ? അതായിരിക്കും ശരി, അല്ലേ? അപരിമിതൻ, ഇൻഫിനൈറ്റാണ്, എല്ലാത്തിലും ഇൻഫിനൈറ്റാണ്. Son of God is infinite, Holy Spirit is infinite, and God the Father is infinite. ദൈവപിതാവ് സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി. ദൈവപുത്രൻ സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി. ദൈവപരിശുദ്ധാത്മാവും. അങ്ങനെയെങ്കിൽ 3 ഇൻഫിനൈറ്റ്സ് ചേർന്നാൽ 3 ആവുകയല്ല, 1 ആവുകയാണ്. മനസ്സിലായോ? വ്യക്തമായോ? കാര്യം മനസ്സിലായോ? വെളിച്ചത്തിൻ്റെ ഉദാഹരണം അതിനാ പറഞ്ഞത്. ആ ബൈബിളിൽ നിന്ന് തന്നെ ഉദാഹരണം എടുത്തേ.
ഈ വെളിച്ചവും ആ വെളിച്ചവും ഒരുമിച്ച് ഇഴുകിച്ചേർന്നപ്പോൾ വെളിച്ചം ഒന്നായി മാറിയതുപോലെ ബഹുത്വമുള്ള ഏകത്വമാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. വ്യക്തമായോ? വ്യക്തമായോ? ഇനി രണ്ടാമത്തെ പ്രോബ്ലം പരിഹരിക്കുക. ഇത് നമുക്കല്ല വാസ്തവത്തിൽ ആ രണ്ടാമത്തെ പ്രശ്നമുള്ളത്, ഇൻ്റർ റിലേഷൻസിൻ്റെ പ്രശ്നം. നമുക്കതൊരു പ്രശ്നവുമില്ല. കാരണം പിതാവല്ല പുത്രൻ. കാരണം പിതാവ് പുത്രനാണെങ്കിൽ പുത്രൻ വിളിക്കണമായിരുന്നു, സ്വർഗസ്ഥനായ യേശു ക്രിസ്തുവെ എന്ന് വിളിക്കണമായിരുന്നു. അങ്ങനെയാണോ വിളിച്ചേ? അല്ല. യേശു ക്രൂശിൽ മരിക്കുമ്പോൾ പിതാവല്ല മരിച്ചത്. കാരണം ക്രൂശിൽ യേശു മരിച്ചു എന്ന് കൃത്യം എഴുതിയിരിക്കുകയാണ്. അപ്പം പറയാ, പിതാവേ എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. അപ്പോൾ പിതാവും പരിശുദ്ധാത്മാവോടുണ്ട്. പുത്രൻ മരിച്ചു അക്ഷരാർത്ഥത്തിൽ. അത് പുത്രന് നഷ്ടമല്ല, അത് ഒന്ന് ഗ്രഹിക്കാനായിട്ടുണ്ട്. ട്രിനിറ്റിയുടെ ഗൗരവമാർന്നൊരു കാര്യം പറയുന്നു. പിതാവ് നിത്യപിതാവാണ്. ആണോ? ആണല്ലോ. പിതാവ് നിത്യപിതാവാകുന്നത് എങ്ങനെ? ഞാനൊരു പിതാവാണ്, എനിക്ക് മക്കൾ 3 പേരുണ്ട്, 3 മക്കളുണ്ട്. പക്ഷെ ഞാൻ നിത്യപിതാവല്ല. കാരണം എന്താ? നിത്യപിതാ അല്ലാത്തതിൻ്റെ കാരണം എന്താ? 10 28 വയസ്സിലാണ് ഞാൻ പിതാവായി. അതിനുമ്പോൾ പിതാവല്ല. പക്ഷേ ദൈവപിതാവ് നിത്യനാകാൻ കാരണം എന്താ? എന്ന് പിതാവുണ്ടോ അന്ന് പുത്രനും ഉണ്ടാകണം. പിടിയിട്ടേ നിങ്ങൾക്ക്. മനുഷ്യൻ്റെ ചിന്തയെ പറ്റാത്ത കാര്യമാണ്. പക്ഷേ എങ്കിലേ നിത്യപിതാവെന്ന പദത്തിന് അർത്ഥമുള്ളെന്നും. എന്ന് പിതാവുണ്ടോ അന്ന് പുത്രനും ഉണ്ടാകണം. അപ്പോൾ പിതാവില്ലാതിരുന്നൊരു കാലമില്ല, പുത്രനില്ലാതിരുന്നൊരു കാലമില്ല, പിതാവില്ലാതിരിക്കുന്നൊരു കാലമില്ല, പുത്രനില്ലാതിരിക്കുന്ന കാലമില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുക, നിത്യാത്മാവ്. നിത്യതയിലും ഇങ്ങനെ നമുക്ക് കാണാം. എന്താ കണ്ടത്? പിതാവ് സിംഹാസനത്തിലിരിക്കുന്നു, ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു. ആ കുഞ്ഞാടിൻ്റെ അവിടെ വെച്ചൊരു ശബ്ദം കേട്ടു, ഈ പുസ്തകം തുറക്കാനും അതിൻ്റെ മുദ്ര ഭേദിക്കാനും യോഗ്യനാരുള്ളൂ. ആരെയും കാണാതെ വന്നപ്പോൾ യോഹന്നാൻ ഏറ്റവും കരഞ്ഞപ്പോൾ മൂപ്പന്മാരിലൊരുത്തൻ എന്തോ പറഞ്ഞു? കരയണ്ടായ യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ പേരുമായവൻ പുസ്തകവും അതിലെ മുദ്രയും ഭേദിപ്പാൻ. അപ്പോൾ ഈ കുഞ്ഞാട് വന്നു, പുസ്തകം വാങ്ങി. ഈ രണ്ടും ഒരാളാണെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ പറയാം. പുസ്തകം അതിലെ മുദ്രയും ഭേദിക്കാൻ യോഗ്യനാരുള്ളൂ. സിംഹാസനത്തിലൊരു ശബ്ദം, ആരുമില്ലെന്ന് കണ്ടപ്പോൾ ഞാനുണ്ടെന്ന് പറയുക, പോക്കറ്റിലേക്ക് ഇട്ടേക്കുക. മനസ്സിലായോ? സ്വന്തം പോക്കറ്റ് ഇടുകയാണോ? അല്ല. പിന്നെന്താ ചെയ്തേ? ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. അടുത്തൊരു കാര്യം കൂടെ പഠിക്കണം. പിതാവും പുത്രനും വ്യത്യസ്തരാണെന്നറിയാനൊരു കാര്യം. വെളിപ്പാട് 4-ാം അധ്യായത്തിൻ്റെ 12 വായിച്ചു വരുമ്പോൾ അവിടെ പിതാവിനെ ആരാധിക്കുന്ന ഭാഗമുണ്ട്. എന്താ പറഞ്ഞത്? നീ സകലത് സൃഷ്ടിച്ചു, നിൻ്റെ ഇഷ്ടം ഹേതുവായി സകലതും ഉളവായി. പുത്രനെ ആരാധിക്കും പറയുക, നീ അറുക്കപ്പെട്ടു, നിൻ്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അപ്പോൾ പുത്രൻ എന്ന് പറഞ്ഞാൽ അത് യേശു ക്രിസ്തുവാണ്. ആ പേര് ഒരിക്കലും പിതാവിന് ചേരില്ല, പരിശുദ്ധാത്മാവിന് ചേരില്ല. എന്നാൽ അത് ചേരുമെന്ന് പറയാൻ ഉപയോഗിക്കുന്നൊരു വാക്കുവരുണ്ട്. ഈ പദത്തെ വ്യാകരണാടിസ്ഥാനത്തിൽ എടുത്താൽ അത് ചേർക്കാറുണ്ട്. കാരണം എന്താ? ദൈവപുത്രൻ്റെ പേരെന്താ? ദൈവപുത്രൻ്റെ പേര് യേശു, യേശു ക്രിസ്തു. ശരി ആയിട്ട് യേശുവിൻ്റെ പേര് കുഞ്ഞുങ്ങളാണ് പറയുന്നത്, കൊച്ചുകുട്ടികൾ, നമ്മളല്ല. കുഞ്ഞുങ്ങൾ പറയും യേശു. ശരിക്കും യേശുവിനെ അങ്ങനെ വിളിക്കണം അറിയോ? യഹശ്വ. എങ്ങനെ? യഹേശ്വാ മശിഹ. യഹേശ്വാ മശിഹയാണ് നമുക്ക് യേശുവായിട്ട് മാറിയത്, യേശു ക്രിസ്തുവായിട്ട് മാറിയത്. യേശുവിനെ എങ്ങനെ ശരിക്കും വിളിക്കേണ്ട പേരെങ്ങനെ? യഹേശ്വാ മശിഹ. യാഹുവേ യാശ്വ. എൻ്റെ അർത്ഥം എന്താ? യാഹുവേ സേവ്സ്, യഹോവ രക്ഷകൻ. ഓക്കെ, യഹോവ രക്ഷകനായിരിക്കുന്നു, അതാണ് യേശു. അതുകൊണ്ട് പിതാവ് തന്നെയാണ് യഹോവ, പിതാവ് തന്നെയാണ് പുത്രൻ, പിതാവ് തന്നെയാണ് പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് കന്നിക്കാരി വാക്യം ഇതിലും കട്ടിയൊരു പേര് പറയാം, ഏലിയാവ്. ഏലിയാഹാണ്.
സർവശക്തനായ യഹോവ. അതുകൊണ്ട് ഏലിയാവ് ദൈവമാവുമോ? മനസ്സിലായില്ല. ദാനിയേൽ ദൈവം എൻ്റെ ന്യായാധിപതിയായ ദൈവം. അപ്പോൾ യാഹ്വേ യാഷുവ യേശുവിൻ്റെ പേരാണ്, സംശയം വേണ്ട. യാഹ്വേ റൂഹയാണ് പരിശുദ്ധാത്മാവ്. യാഹ്വേ റൂഹ, പിതാവിനെ വിളിച്ചു യഹോവ. ഇത് യഹോവ സേവ്സ് ആണ്, ഇത് യഹോവ റൂഹയാണ്. വ്യക്തത വന്നോ? മൂന്നാണ്. അടുത്തത് പിതാവ് ദൈവം ഒരു പേഴ്സണാണെന്നുള്ള കാര്യത്തിൽ വാക്യം വേണ്ടല്ലോ. എന്ത് വാക്യമുണ്ട്? ഞാൻ യഹോവയാകുന്നു, ഞാനല്ലാതെ എന്നെ നിനക്കുണ്ടാകരുത്, യഹോവ കൽപ്പിച്ചു. ഇതെല്ലാം തെളിവുകളാണ്. പുത്രൻ ഒരു വ്യക്തിയാണെന്നുള്ള തെളിവാണോ? എന്താ തെളിവ്? പുത്രൻ പറഞ്ഞു, പുത്രൻ നമ്മുടെ ഭക്ഷണം കഴിച്ചു, മനുഷ്യപുത്രൻ എന്താ നിങ്ങളിവിടെ ഭക്ഷിച്ചും കുടിച്ചും ഒക്കെ നടക്കുന്നു. തെളിവാണ് ഇഷ്ടം പോലെ, അതിന് വാക്യം പോലും വേണ്ട. എന്നാൽ പരിശുദ്ധാത്മാവ് വ്യക്തിയാണോ? ഉറപ്പായിട്ട് പറയണം ഈസ് എ പേഴ്സൺ. എന്താ കാര്യം? ഞാൻ പോകാഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനമില്ല. ഞാൻ പോയ ശേഷം സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ പിതാവ് അയച്ചിട്ടുണ്ട് പറയുക, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. മനുഷ്യാത്മാവിനെക്കുറിച്ച് സഭാപ്രസംഗി പറയുക, മനുഷ്യൻ്റെ ആത്മാവ് മുകളോട്ട് പോവോ താഴോട്ട് പോവോ ആർക്കറിയാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. മനുഷ്യൻ്റെ ആത്മാവിനെ കുറിച്ച് പറയുക, ആത്മാവ് അത് മൃഗത്തിൻ്റെ, മനുഷ്യൻ്റെ കാര്യം പറഞ്ഞിട്ട് പറയുകയാണ്, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ. അപ്പോൾ മനുഷ്യാത്മാവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജെൻഡർ മാറി. ജെൻഡർ എന്താ? നപുംസലിംഗായി, ന്യൂട്രൽ ജെൻഡറായി. ദൈവാത്മാവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ മാസ്കുലിൻ ജെൻഡറായി. എന്താ പറഞ്ഞത്? അവൻ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. ആത്മാവ്. പിന്നെ പറയാ, ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്, ആത്മാവിന് നേരെ ദൂഷണം പറയരുത്. പരിശുദ്ധാത്മാവിന് അവനാലല്ലോ വീണ്ടെടുപ്പിൻ നാളിലേക്ക് മുദ്രയിട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി. ചുരുക്കത്തിൽ സൗണ്ട് ഡോക്ട്രിൻ ഓഫ് ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ ആൻഡ് ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. പിതാവല്ല പുത്രൻ, പുത്രനല്ല പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് പിതാവുമല്ല. ചുരുക്കത്തിൽ 3 വേറിട്ട പേഴ്സൺസ് ഒരു എസൻസിൽ ഒന്നായിത്തീരുന്നു. ഇതാണ് ഹോളി ട്രിനിറ്റി.